ലോർഡ് കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അമ്മേ സിസ്റ്റർ ഇപ്പോൾ ലൈവിലാകട്ടോ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്ത് ഞങ്ങൾ അടുത്ത് വരട്ടെ. അവിടുത്തെ നാമം ഞങ്ങൾ ജയമെടുക്കുവാൻ ഇടയാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഇന്നത്തെ കർത്താവേ, ഞങ്ങളുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം ജയമെടുക്കുവാൻ ഇടയാക്കണം. കർത്താവിന്റെ ദാസിയെ ഏൽപ്പിച്ച സ്തോത്രം. കർത്താവെ, അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിപ്പാൻ അങ്ങയുടെ മകളെ ബലപ്പെടുത്തിയാട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. ഈ രാത്രി വേളയെങ്കിൽ നമ്മോടൊത്ത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്താവിന്റെ ദാസി ഷാൻഡി ലൂയിസ് നമ്മളോടൊത്ത് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസിയോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന അനേക അനുഭവ സാക്ഷ്യങ്ങൾ ഒരു പ്രാവശ്യം പ്രെയർ ലൈനിൽ താൻ കടന്നു വന്ന് സാക്ഷിച്ചതാണ്. ഇന്ന് ഈ സമയക്കാലം കർത്താവിന്റെ ദാസി ഞങ്ങളോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വചനദീപ്തിയുടെ സാക്ഷ്യകൂടാരത്തിന്റെ പ്രേക്ഷകർ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം കേൾക്കുവാൻ വളരെ ആകാംക്ഷയോടെ ആയിരിക്കുന്നു. ഇന്ന് ഈ പകൽക്കാലം കർത്തദാസിയെ ഞങ്ങൾ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷ്യകൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഈ പകൽക്കാലത്തിങ്കൽ ദൈവം നടത്തിയ വിധങ്ങൾ എത്രമാത്രം വർണ്ണിച്ചാലും മതി വരികയില്ല. അത്രമാത്രം അനുഭവ സമ്പത്തുള്ള ഒരു കർത്തദാസിയാണ്. കർത്താവിന്റെ ദാസിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഹല്ലേലൂയ തന്റെ ബാല്യകാല സ്മരണകൾ, കർത്താവ് ജീവിതത്തിൽ നടത്തിയ വിധങ്ങൾ, ആമീൻ, ഇവയൊക്കെയും വളരെ വിശാലമായ നിലയിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഹല്ലേലൂയ പ്രാപ്തയാണ്. കർത്താവിന്റെ ദാസി അതിനായി ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസി എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അറിവിലേക്കായിട്ട് ഒരു വാക്കിൽ പറഞ്ഞിട്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഹല്ലേലൂയ തന്റെ സാക്ഷ്യങ്ങൾ തുടർന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പകലിൽ ആമേ സ്തോത്രം ഒരു പ്രാവശ്യം കൂടെ ആമേ സ്തോത്രം. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ലൈനിൽ കയറുന്നത്. എൻ്റെ പേര് ഷാൻഡി ലൂയിസ്. എൻ്റെ സ്വദേശം മൂവാറ്റുപുഴ, പിറവത്തിനടുത്ത് അഞ്ചൽപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ സ്വന്തം വീട്. എന്നാൽ ആമേ സ്തോത്രം, ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ പിതാവ് ആമേ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾക്ക് വലിയ ഒരു ആമേൻ എന്താ പറയുക, ഞങ്ങൾ വലിയ കത്തോലിക്കരായിരുന്നു. വലിയ ആത്മീയത്തിന്റെ ഒരു തികവിലും നിറവിലും അന്നത്തെ കാലത്തൊക്കെ ആയിരുന്നു. എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നത്തിൽ കൂടെ, ഒരുപാട് പ്രതിസന്ധി കൂടെ എല്ലാം കടന്നുപോയി. സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ ബാല്യകാല ജീവിതം നോക്കുന്നത്, ഞങ്ങള് 7 മക്കളാണ്. 6 സഹോദരങ്ങളാണ് എനിക്കുള്ളത്. 5 പെണ്ണും ഞങ്ങൾ 2 ആണുങ്ങളുമാണ്. ആമേ സ്തോത്രം. ഞങ്ങള് 7 മക്കളും അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെത്. ആമേ സ്തോത്രം. എൻ്റെ ബാല്യകാല ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ബാല്യം മുതൽ ഞങ്ങൾ ഒരുപാട് കഷ്ടതയിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ, പ്രതികൂലത്തിൽ കൂടെ ഒക്കെ കടന്നു. എന്നാൽ ഹല്ലേലൂയ എൻ്റെ പിതാവ് ആമേ സ്തോത്രം കത്തോലിക്ക ആയിരുന്നുവെങ്കിലും ആമേ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. ആമേ സ്തോത്രം. എല്ലാ നിലകളിലും ഞങ്ങളുടേതായ ജീവിതം ആമേ സ്തോത്രം കഷ്ടപ്പാടിൽ കൂടെയും ബുദ്ധിമുട്ടിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെയും നഷ്ടങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുവാൻ ഇടയായിരുന്നു. ആമേ സ്തോത്രം. എൻ്റെ ആമേ സ്തോത്രം ഞാൻ ചെറുപ്പം മുതൽ ആമേ സ്തോത്രം ഹല്ലേലൂയ എൻ്റെ ജന്മനാലെ എനിക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ഹാർട്ടിന് പ്രശ്നം വന്നപ്പോൾ ഒരിക്കലും ഞാൻ ഭൂമിയിൽ ജീവിക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ്. അങ്ങനെ ഹല്ലേലൂയ എൻ്റെ പിതാവിന്റെ മദ്യപാനം മൂലം തകർന്നുപോയ ഒരു കുടുംബത്തിന്റെ ഉടമയായിരുന്നു ഞങ്ങൾ 7 മക്കളും അപ്പനും അമ്മയും. എന്നാൽ ഞങ്ങളുടെ തകർച്ചകൾ കാണുവാൻ അനേകർ ഇടംവലം നോക്കി നിന്നവരാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവിന്റെ മദ്യപാനം മൂലം
ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ലാത്ത ജീവിതം. എൻ്റെ മാതാവിനെ ഒരുപാട് മദ്യപിച്ചിട്ട് വന്നിട്ട് തല്ലുമായിരുന്നു. ഞങ്ങളുടെ സർവ്വ സ്വത്തുക്കളും സമ്പത്തുകളും എല്ലാം നഷ്ടപ്പെട്ടു. ആകപ്പാടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് 25 സെന്റ് സ്ഥലത്തേലായി. എന്നാൽ അതും വിറ്റിട്ട് ആകെ 10 സെന്റ് സ്ഥലത്തേലെ അതും വിറ്റു. പിന്നീട് വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ ഈ 10 സെന്റ് ഭവനത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ പിതാവ് എൻ്റെ യേശുവിനെ കാണുവാൻ ഇടയാക്കിയിരുന്നത്. എന്നാൽ എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് അനേക കഷ്ടങ്ങളിൽ കൂടെ അമ്മയെ കടത്തി വിട്ടുവെങ്കിലും കടന്നു പോയെങ്കിലും ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ സ്വർഗം എന്നെ കണ്ടതുകൊണ്ട് ഹല്ലേലൂയ തകർന്നു പോയില്ല, നശിച്ചു പോയില്ല. ആമേ സ്തോത്രം. അതുകൊണ്ട് ഇന്നും കർത്താവിന് വേണ്ടി ഓടുവാൻ, ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബാല്യത്തില് ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു. എന്നെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് മക്കൾ ജനിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിച്ചാൽ ഞാൻ ആദ്യത്തെ പ്രസവത്തിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. മരിച്ചു പോയാൽ ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയില്ലെങ്കിൽ ആമേ സ്തോത്രം, എനിക്കുണ്ടാകുന്ന കുഞ്ഞ് ആമേ സ്തോത്രം ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞ് ആമേ സ്തോത്രം അംഗവൈകല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എൻ്റെ ആയുസ് മുഴുവനും ഈ ലോകത്തിൻ്റെതായ മെഡിസിൻ കൊണ്ട് മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരുപാട് കാലം ഞാൻ ജീവിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞു ഡോക്ടർമാര്. എന്നെ നോക്കിയ പല ഡോക്ടർമാരും പറഞ്ഞു. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ വൈദ്യന്മാരുടെ മൊഴികളെ മാറ്റി എഴുതുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി തന്നു. ആമേ സ്തോത്രം. 14-ാമത്തെ വയസ്സ് വരെയും ഞാൻ മരുന്നിലായിരുന്നു. 16-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം എൻ്റെ സകല രോഗങ്ങളെയും എടുത്തു മാറ്റി അവന്റെ അടിപ്പിണകളാൽ സൗഖ്യം നൽകി തന്ന ആമേ സ്തോത്രം. ഇപ്പോൾ എനിക്ക് 58 വയസ്സ് പ്രായമുണ്ട്. ഈ പ്രായം വരെ ഭൂമിയുടെ വരപ്പ് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി തന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആമേ സ്തോത്രം ഹല്ലേലൂയ, നാം അനേക സാക്ഷ്യങ്ങൾ ആമേൻ സാക്ഷ്യങ്ങൾ കേട്ട് നാം ഓരോരുത്തരും ആമേൻ ആയിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇന്ന് പകലാണെങ്കിൽ ഇവിടെ ഇന്ന് രാത്രിയാണ്. ഞാൻ അവിടുത്തെ പകലാണ് ഞാൻ പറഞ്ഞത്. ആമേ സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, ദേവദാസന്മാരെ, ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ ബാല്യകാലത്തെ 14-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ മദ്യപിച്ചിട്ട് വരുമ്പോൾ എൻ്റെ അമ്മയെ തല്ലുന്നത് കാണാൻ എനിക്ക് കഴിവില്ലാത്തത് കൊണ്ട് 14-ാമത്തെ വയസ്സിൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ മരുന്നും എടുത്ത് കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീടിന്റെ പുറകിൽ പാറയാണുള്ളത്, മുറ്റം. ആ പാറയിൽ ഈ ഗുളിക മരുന്നെല്ലാം കൂടെ കടന്നു നിന്നപ്പോഴത്തേക്കും വെള്ളം കുടിച്ച് അത് കുതിർന്നു വന്നപ്പോഴത്തേക്കും എനിക്ക് ഛർദ്ദിക്കണം. ഞാൻ ഛർദ്ദിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയത് ഓർക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഒന്നുമേ ഓർക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ആ പാറയിൽ ഞാൻ തലയിടിച്ച് വീണ് എൻ്റെ ഈ നെറ്റിയിലും മൂക്കിൽ കൂടെയും വായിൽ കൂടെ എല്ലാം ബ്ലഡ് വന്ന് ആമേ സ്തോത്രം, ഞാൻ ഇങ്ങനെ പാറയിൽ കമന്ന് കിടക്കുവാൻ തക്കറിയാത്തുന്നു. എന്നാൽ എൻ്റെ അമ്മച്ചി ആടിനെ കെട്ടാൻ പോയിട്ട് മടങ്ങി വന്നപ്പോൾ എന്നെ റൂമിൽ കാണുന്നില്ല. മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ ഞാൻ പാറയിൽ തലയടിച്ച് മുഖമടിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടു. അമ്മച്ചി അവിടെ നിന്ന് വാവിട്ട് നിലവിളിച്ച് അയൽവാസികൾക്ക് ഓടിക്കൂടി വന്നെന്നെ അമ്മേ സ്തോത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ പെട്ടെന്ന് കൊണ്ടുചെന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്താണെന്നറിയോ, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ഞങ്ങൾ 7 മക്കളും എൻ്റെ പിതാവിന്റെ മദ്യപാനം മൂലം മാത്രമല്ല എൻ്റെ മാതാവിനെ ഉപദ്രവിക്കുന്നത് കാണുവാൻ എനിക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. കർത്താവിന്റെ പ്രാണൻ എടുത്തില്ല ദൈവമക്കളെ. കാരണം കർത്താവിന് എന്നെ കുറിച്ച് പ്രയോജനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ. പെട്ടെന്ന് ഞാൻ പോകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും ഞാൻ പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എന്നെ വിവാഹം ആമേൻ. എൻ്റെ ബാല്യകാലം വളരെ പ്രയാസത്തിൽ കൂടെ, ഞങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ സ്തോത്രം. ബാല്യം മുതലേ ഞാൻ ഒരു രോഗിയായി ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. ആമേൻ. കഴിക്കുവാനും കുടിക്കുവാനും ഇല്ലാതെ ആമേൻ സ്തോത്രം ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടെ ഞങ്ങൾ 7 മക്കളും അമ്മയും കടന്നുപോയി. എന്നാൽ നല്ല പൈസക്ക് ജോലി ചെയ്യുന്ന മനുഷ്യനാ എൻ്റെ പിതാവിന് കെട്ടിടത്തറ പണിയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ പിതാവ് ഹല്ലേലൂയ സ്തോത്രം
എല്ലാ ശനിയാഴ്ച വരെ വെള്ളിയാഴ്ച വരെ കുടിക്കും. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് എല്ലാ അമ്മയും അപ്പനും മക്കളും കടന്നുപോയി പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാനയായിക്കൊണ്ട് കുമ്പസാരിക്കും. ഞായറാഴ്ച ഫസ്റ്റായിട്ട് പള്ളിയിൽ പോയിരിക്കണം. പള്ളിയിൽ പോയി ആദർവാനെ കൊണ്ട് എല്ലാവരും കുമ്പസാരിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാനയായിക്കൊള്ളണമെന്ന് നിർബന്ധമായിരുന്നു. എന്നാൽ എന്റെ പിതാവ് മദ്യപിക്കുമായിരുന്നുവെങ്കിലും എന്റെ മാതാവിനെ ഉപദ്രവിക്കുമായിരുന്നുവെങ്കിലും പക്ഷേ കത്തോലിക്ക സമുദായത്തിൽ പള്ളിയിൽ പോകുന്നതും ആ സഭയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു പിതാവും കൂടിയായിരുന്നു. അതുകൊണ്ട് തകർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. അതൊക്കെ മറവില്ലായ്മ കാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളല്ലേ. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഒരുപാട് വിദ്യാഭ്യാസം ഒന്നും ചെയ്യാതെ ഞങ്ങൾ ഇങ്ങനെ മുൻപോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ പിതാവ് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. എന്റെ പിതാവ് എന്റെ ഒരു സമയത്ത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അമ്മച്ചിയെ ക്രൂരമായി ഉപദ്രവിച്ച് ഹല്ലേലൂയ സ്തോത്രം ഒരുപാട് ഉപദ്രവിച്ച് തല്ലി സ്തോത്രം അബോധാവസ്ഥയിലാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടു. അവിടുത്തെ അമ്മച്ചിയുടെ സഹോദരൻ വന്ന് അമ്മച്ചിയെ കൊണ്ടുപോയി. ഞങ്ങള് 7 മക്കളെ ഞങ്ങൾ വീതം വെച്ചായിരുന്നു. അപ്പന് 4ഉം അമ്മയ്ക്ക് 3ഉം. അങ്ങനെ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് എന്റെ പിതൃഭവനം നശിച്ചു പോയ ഒരു കുടുംബമായിരുന്നു. പക്ഷെ കർത്താവ് അത് അനുവദിച്ചില്ല. 2 വർഷം എന്റെ അമ്മച്ചിയുടെ വീട്ടിൽ നിന്നു ഇളയ കുഞ്ഞിനെ കൊണ്ട് മാത്രം. ഇളയ മോൾ 5 പെണ്ണും 2 ആണും എന്ന് പറഞ്ഞല്ലോ. എന്റെ ഇളയത്തെ 2 അനിയത്തിമാരാണ്. ആ ഏറ്റവും അനിയത്തിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി അങ്ങനെ പോകുന്നത്, അമ്മച്ചിയെ കൊണ്ടുപോകുന്നത്. പക്ഷെ എന്റെ അമ്മച്ചി മടങ്ങി വന്നു 2 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ സ്തോത്രം കൂടെ കടന്നു വരുവാൻ തീർന്നു. പിന്നെയും ഒരുപാട് ഉപദ്രവങ്ങൾ ഏറ്റു. എങ്കിലും സ്തോത്രം അങ്ങനെയാണ് ഞാൻ 14ാമത്തെ വയസ്സിൽ എന്റെ പിതാവിന്റെ ഈ ഉപദ്രവം കാരണം എനിക്ക് മരിച്ചാൽ മതി. ആത്മഹത്യ പ്രവണത എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. 14ാമത്തെ വയസ്സിൽ ഞാൻ ആത്മഹത്യ ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. 25ാമത്തെ വയസ്സിൽ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ 2 കുഞ്ഞുങ്ങളെയും അപ്പനെയും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഉറക്കി കിടത്തിയിട്ട് ഹല്ലേലൂയ സ്തോത്രം ഓടിട്ട വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ബന്ധത്തിന്മേൽ എന്റെ സാരി എടുത്ത് കെട്ടിയിട്ട് എന്റെ കഴുത്തിൽ ഞാൻ കൊടുക്കിട്ട് ഒരു രാത്രി 12 മണിക്ക് ശേഷം ഞാൻ ഇങ്ങനെ തൂങ്ങുവാൻ തീർന്നു. അവിടെ തൂങ്ങിയപ്പോൾ ഒരു ഇരുമ്പ് സ്റ്റൂളിൽ നിന്നുകൊണ്ടാണ് ചവിട്ടി കയറിയത്. സ്തോത്രം. അവരെല്ലാം നല്ല ഉറക്കമായിരുന്നു. എന്നാൽ സ്റ്റൂളിൽ ഞാൻ ഇങ്ങനെ സ്റ്റൂളിൽ നിന്ന് കാല് വിട്ടപ്പോൾ ഞാൻ പിടയ്ക്ക് വന്ന സ്റ്റൂള് കാല് തട്ടി നിരത്തി വീണപ്പോൾ സ്തോത്രം ഹല്ലേലൂയ അതിങ്ങനെ ഹല്ലേലൂയ സ്തോത്രം പെട്ടെന്ന് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഹസ്ബൻഡ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ സ്തോത്രം ശബ്ദം കേട്ടാണ് ഉണർന്നത്. പക്ഷേ പെട്ടെന്ന് അത് കണ്ടിച്ച് കട്ടിലിൽ കിടത്തി. ഞാൻ 3 മണിക്കൂറിന് ശേഷമാണ് എന്റെ ബോധം വീണത്. എന്റെ വീട്ടുകാരോ എന്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ആരും ഞാൻ ചെയ്ത ക്രിയകൾ അറിഞ്ഞില്ല. സ്തോത്രം ഹല്ലേലൂയ. പിറ്റേ ദിവസം ഹല്ലേലൂയ സ്തോത്രം കൂട്ടുകാരോടെല്ലാം പറയുവാൻ തീർന്നു. എങ്കിലും സ്തോത്രം അന്നും ഞാൻ മരിച്ചില്ല. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഇന്ന് വിചാരിക്കുന്നു കർത്താവിന് എന്നെ കുറിച്ച് ഉദ്ദേശമുണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ എന്റെ പിതാവ് ഹല്ലേലൂയ സ്തോത്രം എന്റെ കാലം മുതൽ സ്തോത്രം പിതാവിന്റെ ആ ഒരു ഉപദ്രവം മൂലം ഞങ്ങൾ എല്ലാവരും മാനസികമായി ഞങ്ങൾ എല്ലാവരും തകർന്നു പോയവരായിരുന്നു. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം എന്റെ പിതാവാണ് ആദ്യം മാനസാന്തരത്തിലേക്ക് വന്നത്. എന്റെ വിവാഹത്തിന് ശേഷമാണ് എന്റെ പിതാവ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഇടയാത്തീർന്നത്. IPC കൂടിപ്പോകുവാൻ ഇടയാത്തീർന്നു. എന്റെ പിതാവിന് എപ്പോഴും ഒരു രോഗമായിരുന്നു, വെറുതെ ഒരു വയറുവേദനയായിരുന്നു. ആ വയറുവേദന എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിലൂടെ കയറിപ്പോയി. എന്നാൽ കയറിറങ്ങി അവിടെ ഒന്നും വിടുതൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിനെ അറിഞ്ഞ ശേഷം എന്റെ പിതാവിനെ വലിയൊരു പൈശാചികന്റെ പിടിയിൽ നിന്ന് സ്തോത്രം സ്വർഗത്തിലെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഇടയാത്തീർന്നു. അങ്ങനെ ഞങ്ങൾ 7 മക്കളും ഹല്ലേലൂയ അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. ദൈവത്തെ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഇന്നും എല്ലാവരും ജീവിച്ച് കൊണ്ടുപോകുന്നു. എല്ലാവരും കർത്താവിന്റെ വേലയുടെ മുഖത്ത്. ഒരു ചേച്ചിയും മാത്രമേ കർത്താവിന്റെ വേലയിൽ ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലാവരും കർത്താവിന്റെ വേലക്കാരാണ്.
അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഒരു മിഷണറി കുടുംബമാക്കി സ്വർഗത്തിലെ ദൈവം തീർത്തു. ആ വലിയ ദൈവിക സമാധാനം, എന്റെ പിതൃഭവനത്തിലില്ലാത്ത സമാധാനം, ആമേൻ, കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ എന്റെ ഭവനത്തിൽ എന്റെ വിവാഹം കഴിഞ്ഞപ്പോഴും എനിക്ക് ആ ഒരു എന്റെ പിതൃഭവനത്തിലെ അനുഭവമായിരുന്നു. പക്ഷേ ആമേൻ, ഉപദ്രവിക്കില്ലായിരുന്നുവെങ്കിലും മദ്യപാനിയായ ഭർത്താവ്, സ്തോത്രം, മദ്യപിക്കുന്ന ഭർത്താവ്, ആമേൻ, ഭവനത്തിന്റെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാതെ അങ്ങനെ കടന്നു പോയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആത്മഹത്യ ജീവനുടെ ജീവിക്കേണ്ട, എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുവാൻ തീർന്നത്. എന്നാൽ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തികൾ അത് എന്നെ കുറിച്ചുള്ള ഉദ്ദേശം മറ്റൊന്നായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, ദൈവനാമ മഹത്വത്തിനായിട്ട് ആമേ സ്തോത്രം നിങ്ങളോട് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, കർത്താവ് ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാ തീർന്നു. ഹല്ലേലൂയ, ആമേ, സ്തോത്രം. ഈ ആമേ, ഹല്ലേലൂയ, എന്റെ ഹല്ലേലൂയ, സ്തോത്രം, എന്റെ വിവാഹത്തിന് ശേഷം ഒരു സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത ജീവിത അന്തരീക്ഷമായിരുന്നു എനിക്കുള്ളത്. ഹല്ലേലൂയ, അവിടെയും എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ പ്രതിസന്ധികൾ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. എന്റെ പിതാവ് മാനസാന്തരപ്പെട്ടപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, ഞാൻ എന്റെ കുടുംബങ്ങളെ സേവിക്കുമെന്നുള്ള വാഗ്ദത്തം എനിക്ക് നൽകണമേ എന്ന്. അതങ്ങനെ തന്നെ എന്റെ പിതാവിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. മദ്യപിച്ച് അവൻ വെക്കുകെട്ട് വരുന്ന ഭർത്താവിൽ നിന്നുള്ള ആമേൻ അടിയും ഇടിയും ഏൽക്കുന്ന ആ മാതാവ് പറഞ്ഞു, ഞാൻ കത്തോലിക്ക പള്ളിയിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ എന്ന്. എന്നാൽ എന്റെ മാതാവ് രണ്ടാമത് രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് എന്റെ സഹോദരങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ മിന്നപ്പിറകെ ആമേൻ കുടുംബമായിട്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ടു. നിങ്ങൾ എല്ലാവരും കറുത്തു വേലക്കാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, എന്റെ പിതാവ് ആമേൻ, സ്തോത്രം, ആമേൻ, എന്റെ പിതാവിൽ കൂടെ യേശുവിനെ അറിയുവാനും, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ പിതാവ് മുഖാന്തരം ആ ദൈവിക സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആമേൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങൾ കുടുംബമായിട്ട് അനുഭവിച്ചപ്പോൾ, ആ ദൈവിക സമാധാനം അന്വേഷിച്ചപ്പോൾ ആമേൻ കണ്ടെത്തിയ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ തരുന്നത് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ, ഇത് ബാല്യം മുതലേ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ദൈവത്തിനു വേണ്ടി എത്രയധികം പ്രവർത്തിക്കാമായിരുന്നു, ദൈവത്തിനു വേണ്ടി എത്ര അധികമായി ജീവിക്കാമായിരുന്നു എന്നുള്ളതെല്ലാം ഇങ്ങനെ ചിന്തിക്കുവാൻ തീർന്നു. എന്നാൽ ഹല്ലേലൂയ, സമയം മുൻപോട്ട് വേഗം കടന്നു പോകുന്നു. ഞാൻ ഹല്ലേലൂയ വേഗത്തിൽ കടന്നു പോകട്ടെ. അങ്ങനെ എന്നെ വിവാഹം കഴിച്ചു. എനിക്ക് ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ എന്നെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. 3 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായി. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളുണ്ടായി. ഒരു കേടുമില്ലാത്ത, എന്നെക്കാളും ആരോഗ്യവതിയും സൗന്ദര്യമുള്ളവരും നല്ല മിടുക്കിമാരും നല്ല കുഞ്ഞുങ്ങളെ എനിക്ക് ദൈവം തന്നു. ആമേൻ, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അത് ഹല്ലേലൂയ, എന്താ ഡോക്ടർമാർ പറഞ്ഞത്, ആമേൻ, അംഗവൈകല്യം ഉണ്ടാകുമെന്ന്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഒരു കേൾവിക്കുറവോ ശരീരത്തിന് യാതൊരു അബദ്ധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ല എന്റെ കുഞ്ഞുങ്ങൾക്ക്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ യേശുവിനെ അറിഞ്ഞു. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഈ ഒരു മാർഗം. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഞാൻ ബെന്തിക്കോസുകാരുടെ ഒരു പാസ്റ്ററുടെ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കും. അവരുടെ ജീവിതമില്ലാത്ത പ്രവൃത്തികൾ കണ്ടിട്ട് എനിക്ക് ഹല്ലേലൂയ ഈ ആമേൻ ഈ വർഗത്തെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എന്റെ പിതാവിനോട് സുവിശേഷം പറഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കുകയില്ലാതെ അത് അനുസരിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുവാൻ തയ്യാറായി. ഹല്ലേലൂയ, സ്തോത്രം. 2 കുഞ്ഞുങ്ങള്, രണ്ടാമത്തെ മോൾക്ക് 6 മാസമുള്ളപ്പോൾ ഞാൻ സ്തോത്രം ജീവിതത്തില് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ വന്നപ്പോൾ ഞാനും 2 കുഞ്ഞുങ്ങളും കൂടെ ആത്മഹത്യ ചെയ്യുവാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അത് ആരും അറിഞ്ഞില്ല ഞാൻ ചെയ്യുവാനിരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ആമേൻ ചാത്തമറ്റത്വം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഞാനുമായി കണ്ടിട്ടില്ലാത്ത, അറിയില്ലാത്ത ഒരു പ്രവാചകിയെ അന്നത്തെ കാലത്ത് ഇന്നേക്ക് ഒരു 35 വർഷത്തിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം എന്റെ ഭവനത്തില് എന്റെ പേര്, ഞാൻ താമസിക്കുന്ന ഭവനം, ആമേ സ്തോത്ര, സ്ഥലമെല്ലാം പറഞ്ഞു കൊടുത്ത പരിശുദ്ധാത്മാവ് ആമേ സ്തോത്രം അയക്കുവാൻ
തീർന്നു. ഇവരെ 3 ദിവസവും ഞാൻ ആട്ടി വെളിയിലിറക്കി. മേലിൽ എന്റെ വീട്ടിനകത്ത് കയറരുത്. നിങ്ങൾക്ക് മാത്രമല്ല ദൈവമുള്ളത്. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് യേശു നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, ബെന്തിക്കോസ്തരുടെ മാത്രമല്ല യേശു, മറ്റുള്ളവരുടെ എല്ലാം യേശുവാണെന്ന് പറയുന്നത് തീർന്നു. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഈ സഹോദരി, ഈ ആന്റി എന്റെ അടുക്കൽ വന്നിട്ട് സുവിശേഷം പറഞ്ഞു. 4-ാമത്തെ ദിവസം കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മോളെ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോകട്ടെ എന്ന് പറയുവാൻ ഇടയാത്തുന്ന. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കടന്നു പോട്ടെ എന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോ ഇനി ഞാൻ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് അവസരം കൊടുത്തു. അവസരം കൊടുത്തു കഴിഞ്ഞപ്പോൾ തലയിൽ തുണിയിട്ട് റൂമിൽ കയറി ഇവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കണ്ണുകളടച്ചു. കത്തോലിക്കരെ തലയിൽ തുണിയിടത്തില്ല, കണ്ണുകൾ മടക്കത്തില്ലല്ലോ. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ കൈയും കെട്ടി എന്തോ പറയാനാ പോകുന്നേ എന്നുള്ളൊരു മുൻവിധിയോടെ ഞാൻ ആയിരുന്നു അവരുടെ മുൻപില്. പക്ഷെ ആ അമ്മ ആന്റി, സ്തോത്രം, ഞാൻ ആയിരിക്കുന്ന മണ്ഡലവും ഞാൻ ആത്മഹത്യ ചെയ്യുവാനിരിക്കുന്ന വിവരം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഞാൻ അവരുടെ നേരെ തുറിച്ച കണ്ണുകളോടെ ഞാൻ ഇങ്ങനെ നോക്കി. ഇവരെങ്ങനെ അറിഞ്ഞു? ഞാനല്ലാതെ വേറൊരു രണ്ടാമതൊരു വ്യക്തി ഞാൻ ചെയ്യുവാനിരുന്ന വിഷയം അറിഞ്ഞിട്ടില്ല. ഇവരെങ്ങനെ ഇത് അറിഞ്ഞു എന്നുള്ളത് ഞാൻ ആ ചിന്തിക്കുന്ന ചിന്തകൾ പോലും ദൈവത്തിന്റെ മുൻപിൽ മറവല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുവരെ പറയുവാൻ ഇടയാത്തീർന്നു. അന്ന് എന്റെ വീട് മാങ്കുളത്തിനടുത്ത് കുരിശുപാറ എന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിറ്റുപോയി. അവിടെയാണ് എന്റെ പിതൃഭവനം, എന്റെ പപ്പയും എന്റെ മമ്മിയും ഒക്കെ ജീവിക്കുന്നത്. ഹല്ലേലൂയ, എനിക്ക് അവിടെ തനിച്ചു പോകണം. അങ്ങനെ പോയി അടിമാലിൽ ചെന്ന് ഉറുക്ക് കയറി കാട്ടിൽ പോയി കുഞ്ഞുങ്ങളെ കൊന്ന് ആത്മഹത്യ ചെയ്യണമെന്നൊരു വാശിയായിരുന്നു. എനിക്കിനി ജീവിക്കേണ്ട. ഈ ആത്മഹത്യയുടെ ഒരു ശക്തി എന്നെ നിരന്തരം പിൻപറ്റിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, എന്നെ വിട്ടില്ല. സ്തോത്രം. എന്റെ സഹോദരൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു. സഹോദരൻ വരട്ടെ, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം, അല്ലെങ്കിൽ ആരെയും വിളിച്ചു വരുത്തി ഇവിടെ ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. ഇതെല്ലാം ഈ സഹോദരി എന്റെ ജീവിതത്തില് ഇത് വെളിപ്പാടിൽ കൂടെ പറഞ്ഞു തന്നപ്പോൾ, ഇപ്പോഴാട്ടെ വെളിപ്പാടെന്നൊക്കെ പറയുന്നേ, അന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. ഹല്ലേലൂയ, ആമേൻ. ഇവര് ഇങ്ങനെ ദർശനത്തിൽ കൂടെ എന്നെ ദൈവം കാണിച്ചു തന്നു മോളെ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച്, എന്റെ ജനനം മുതലുള്ള ഞാൻ രോഗിയായിരുന്നതും എന്റെ വിവാഹം കഴിക്കാൻ പറ്റാത്ത കാര്യങ്ങളും എല്ലാം എന്റെ ഹിസ്റ്ററി മുഴുവൻ, എന്റെ പിതൃവനത്തിന്റെ ഹിസ്റ്ററി, എന്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന മണ്ഡലം വരെ ആമേൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, അങ്ങനെ ഒരു യേശു ഉണ്ടോ? അപ്പൊ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമല്ല യേശു എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അതും അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ ഒന്ന് കാണുമെന്ന് ഹൃദയത്തിൽ ഞാൻ പറഞ്ഞു. അവരോട് പറഞ്ഞില്ല. എനിക്ക് അവരുടെ മുൻപിൽ താഴുന്നത്, അല്ലെങ്കിൽ എന്റെ മതത്തെ ഞാൻ തള്ളിപ്പറയുന്നത് എനിക്കതൊരു കുറച്ചിലായി തോന്നി. പക്ഷേ ആമേൻ, ഞാനിങ്ങനെ ചിന്തിച്ചു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു. ഞാൻ ഹൃദയം നുറുക്കത്തോടെ ദൈവസന്നിധി കരയുവാൻ കൊണ്ടേയായിരുന്നു. എന്നെ ഞാൻ സമർപ്പിച്ചു കൊടുത്തു, ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ ആത്മഹത്യയുടെ വാക്കിൽ നിന്നും 2 കുഞ്ഞുങ്ങളെ എന്നെ രക്ഷിച്ചു. അങ്ങനെ സ്തോത്രം, ഞാൻ പിന്നെയും മുൻപോട്ട് കടന്നുപോയി. അങ്ങനെ ഒരു മലങ്കര ചർച്ചിൽ ഞാൻ പ്രാർത്ഥന കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അവിടെയും എനിക്കൊരു സമാധാനമോ അവിടെ യഥാർത്ഥമായ ഒരു ദൈവിക സാന്നിധ്യമോ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. രണ്ടാമത് ഞാൻ വെള്ളാശ്ശേരി എന്ന കൂട്ടായ്മയാണ് എനിക്ക് ആലോചന പറഞ്ഞ യാഞ്ചി കടന്നു പോകുന്നത്. അവിടെ 40 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അത് തുടങ്ങിയതിന്റെ 6-ാമത്തെ ദിവസമാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസമായി ഒരു തണുപ്പ് പോലെ എനിക്ക് ഉണ്ടാകുന്നു. ആ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ സ്തോത്രം 6-ാമത്തെ ദിവസം ഞാൻ ആ ഹോളി കടന്നു ചെന്നു. സ്തോത്രം. അവിടെ തുടർന്ന് 34 ദിവസം നടന്ന പ്രാർത്ഥന ഞാൻ അറ്റൻഡ് ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ പ്രാർത്ഥനയിൽ പോയിക്കൊള്ളാൻ പറഞ്ഞ് അനുവാദം തന്നിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഹല്ലേലൂയ, ഞാൻ പോയപ്പോൾ സ്തോത്രം, ഞാൻ ഒരിക്കലും സ്നാനപ്പെടത്തില്ലായിരുന്നു. എന്റെ ഭർത്താവിന്റെ അനുവാദം വിട്ട് ഞാൻ വ്യതിചലിക്കാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, എനിക്ക് വ്യതിചലിക്കേണ്ടി വന്നു, എനിക്ക് സ്നാനപ്പെടേണ്ടി വന്നു. ദൈവത്തിന്റെ വചനം
വിളിച്ചപ്പോൾ ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ ആത്മാവ് ഞാൻ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ വചനത്തെ ഞാൻ വിശ്വസിച്ചില്ല എങ്കിൽ നരകത്തിൽ എന്റെ സ്തോത്രം ആത്മാവ് പോകും. ഇതല്ല ജീവിതം എന്ന സ്തോത്രം ദൈവത്തിന്റെ വചനം ഞാൻ പഠിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഈ ശരീരത്തിൽ ജീവിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആത്മാവിന് വേണ്ടിയാണ് ആത്മാവ് നിത്യതയിലേക്ക് പോകണം, സ്വർഗത്തിൽ പോകണം. അത് ഞാൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചില്ല എങ്കിൽ ഞാൻ ഒരിക്കലും സ്വർഗത്തിൽ യേശുവോടൊപ്പം ഇരിക്കാൻ കഴിയത്തില്ല എന്നുള്ള ആ ബോധ്യമെന്നെ ഭരിച്ചപ്പോൾ ഹല്ലേലൂയ എനിക്ക് എല്ലാം മറക്കേണ്ടി വന്നു, ഞാൻ എല്ലാം വിടേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പോയതെന്റെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു പ്രതികൂലത്തിന്റെ താണ്ഡവമേറുന്ന ഒരു വഴികളിലായിരുന്നു എന്റെ ജീവിതം മുഴുവൻ കടന്നുപോയത് പ്രിയപ്പെട്ടവരെ. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് സ്തോത്രം എങ്ങനെയാ, നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ചേർത്ത് കൊള്ളുമെന്ന ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തോട് ഇടപെട്ടു. അന്ന് ദൈവത്തിന്റെ വചനം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് സ്തോത്രം എന്നോട് ഇങ്ങനെ വീണ്ടും ദൈവത്തിന്റെ വചനം പറഞ്ഞു, അനേക കഷ്ടങ്ങളിൽ കൂടെ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അല്ലാതെ വിശ്വാസത്തിൽ വന്നിട്ടോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട പരിശുദ്ധാത്മാവ് പ്രാപിച്ചു എന്ന് പറഞ്ഞു സ്നാനപ്പെട്ടിട്ടോ ഒരിക്കലും സ്തോത്രം നമ്മുടെ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ മാറിപ്പോകുന്നില്ല. അതുകൊണ്ട് സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് സ്നാനപ്പെടണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ സ്നാനപ്പെടുത്തത്തിലായിരുന്നു എന്റെ സ്തോത്ര സൺഡേ പാസ്റ്റർ. കാരണം അതുപോലെ പ്രതികൂലം കടന്നു വരുന്നു. പക്ഷേ യേശുവിനെ അറിഞ്ഞു, യേശുവിന് വചനം പഠിച്ചപ്പോൾ ഞാൻ സ്നാനത്തിന് മുന്നമേ വചന വെളിപ്പാടിനാൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു. അതാണ് എന്നെ ധൈര്യപ്പെടുത്തിയത്, അതാണ് എന്നെ ബലപ്പെടുത്തിയത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലായിരുന്നുവെങ്കിൽ പിന്നെ സ്നാനത്തിന് മുമ്പ് എനിക്ക് ഇന്നും പ്രാപിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഞാൻ പിന്മാറ്റത്തിലേക്ക് പോകുമായിരുന്നു. എന്റെ സന്ദർഭാസ് പറഞ്ഞു, ഷാൻഡി പിന്മാറ്റത്തിൽ പോയാൽ ഒരിക്കലും മടക്കി കൊണ്ടുവരുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഹല്ലേലൂയ, ഞാൻ എന്റെ ആത്മീയ ഗുരുവിനോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം, നിങ്ങൾ പഠിപ്പിച്ച വചനപ്രകാരം അല്ലെങ്കിൽ എന്തിനെന്നെ പഠിപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് സ്നാനപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് ഏത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിൽ ദൈവം അവിടുന്ന് സൂക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളെ എന്നെ പഠിപ്പിച്ചത് ദൈവം സൂക്ഷിക്കും, ദൈവം നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വിശ്വാസം അന്ന് മുതൽ വലുതായിരുന്നു. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഒരു ഭ്രാന്തിയായിരുന്നു. സുവിശേഷം എന്ന് പറയുന്നത് എനിക്കൊരു ഹാബിറ്റ് ആയിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ സുവിശേഷം അനേകരോട് വിളിച്ചു പറയുക, അനേക കുടുംബങ്ങളെ ആത്മാക്കളെ സ്തോത്രം നേടിയെടുക്കുക, അറപ്പ് കൂടാതെ വെറുപ്പും മടിയും കൂടാതെ എന്റെ കർത്താവിനെ സാക്ഷിക്കുക, ദൈവത്തിന്റെ വചനം പറയുക, അനേകരോട് നൂറുകണക്കിന് ജനങ്ങളെ മാനസാന്തരം നയിക്കുവാനും അനേകരെ കർത്താവിനോട് നേടിയെടുക്കുവാനും സർവകൃപാലുവായ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ ഒരിക്കലും വഴിയിലിട്ടേച്ച് പോകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോകത്തില്ല എന്നുള്ളത് വാസ്തവമായ സത്യമാണ്. അത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. അങ്ങനെ ഞാൻ മുൻപോട്ട് പോകുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം വിശ്വാസം പിന്മാറി വരാൻ പറഞ്ഞു. ഞാൻ സ്തോത്രം കമ്മലുമാരി ഊരിപ്പോ തന്നെ മുതൽ പ്രശ്നമായി വീട്ടില് അടിയും എന്നെ അതുവരെ അടിച്ചിട്ടില്ലായിരുന്നു. അടിയും വഴക്കും പൊക്കേറുമായി ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ പിന്നെ ഞാൻ കടന്നുപോയി. എന്നിട്ട് ഞാൻ മാലയൊന്നും എടുത്തിട്ടില്ല, ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഉറച്ചു നിന്നു. പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭവും എന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ എണ്ണിയാണ് എന്റെ കാലുകൾ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുക സമർപ്പിക്കപ്പെട്ട് മുൻപോട്ട് എടുത്തു വെച്ചത്. ഞാൻ മുൻപോട്ട് വെച്ച കാൽ ഒരിക്കലും എന്നെ പുറകോട്ട് പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്നാനപ്പെടുവാനിടയാക്കുന്നത്. ഹല്ലേലൂയ. എങ്കിലും കർത്താവിന്റെ കൂടെ ഇരുന്നു. സ്തോത്രം. 91 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നത് എന്താ? ഹല്ലേലൂയ സ്തോത്രം. അത്യുന്നതനാ നമ്മുടെ ദൈവം, അവ സർവശക്തനാ. സ്തോത്രം. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ നമുക്ക് കഴിഞ്ഞ സർവശക്തന്റെ നിഴൽക്കീഴിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നടത്തുവാൻ നമ്മുടെ ദൈവ സർവശക്തനായി കൂടെയിരിക്കും. അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച് 6 ദിവസം
കണ്ട് ഭൂമിയിലുള്ള സകല സരാചരങ്ങളെയും സ്തോത്രം മനുഷ്യരെ നിർമ്മിച്ചിട്ട് എല്ലാം നല്ലതെന്ന് കണ്ട് ഏഴാമത്തെ ദിവസം അവൻ സ്വസ്ഥമായി സകലത്തിന് നിവർത്തനായി തീർന്നുവെങ്കിൽ സ്തോത്രം നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ പിണ്ടാരമായിരുന്നപ്പോൾ സ്വർഗം എന്നെ കണ്ടു. നിങ്ങൾ 7 മക്കളെ അപ്പനെ അമ്മയെ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ജീവിതം മുൻപോട്ട് പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ സ്നാനപ്പെട്ട 15ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഒരുപാട് രാത്രി എന്നെ തല്ലി. സ്തോത്രം. ഞാൻ പറഞ്ഞു, തല്ലുകൊണ്ട് മടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും പെടത്തില്ല ഒക്കെ എന്ന് പറയുവാൻ. അങ്ങനെ ആ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. പിന്നെ ഉപദ്രവിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവയുടെ പ്രതികൂലങ്ങളായി സ്തോത്രം, ദൈവം ആരെന്ന് എന്റെ ഭർത്താവിന്റെ മുൻപില് സ്വർഗം വെളിപ്പെടുവാൻ. അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ എന്നെ ഉപദ്രവിക്കാറില്ല. പക്ഷെ എന്നെ ആരാധന പ്രാർത്ഥനകൾ മുടക്കി എന്റെ വീട്ടിൽ ഇരുത്തുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങളെ സ്തോത്രം ദൈവകരമിൽ വളർത്തിയെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ മുൻപോട്ട് പോകുന്ന സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ നിലകളിലും മാനസികമായി സ്തോത്രം, എന്റെ യൗവനപ്രായത്തിൽ ബാല്യം മുതൽ വളരെ സ്തോത്രം എന്റെ മാനസികമായ സംഘർഷങ്ങളെ ഉണ്ടാക്കി എന്നെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഈ ദൈവത്തെ അറിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു പ്രശ്നമല്ലായിരുന്നു. സ്തോത്രം. ദൈവത്തിന് വചനം പറയുന്നത് എന്താ? അനേക കഷ്ടങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ തീരുമാനമെടുത്തു. സ്തോത്രം, എന്നെ തല്ലിയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, മരണത്താലല്ലാതെ എന്നെ ഇതിന്ന് പിന്തിരിക്കുവാനോ മടക്കി വരുത്തുവാനോ ഈ ലോകത്തിൽ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ കഴിയത്തില്ല എന്നുള്ളത് സ്തോത്രം ഞാൻ ദൃഢധൈര്യം ഹല്ലേലൂയ, സ്തോത്രം പ്രാപിച്ചു. ദൈവത്തിലുള്ള പ്രത്യാശ എന്നെ വലിയൊരു ധൈര്യത്തിലേക്കും ഹല്ലേലൂയ എന്നെ നടത്തി. അനേക ഉൾക്കരുത്തില്ലാത്തവരെയും അതുപോലെ ധൈര്യപ്പെടുത്തുവാൻ, അനേക കഷ്ടങ്ങളിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും, അവരെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനും, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനും സ്തോത്രം, അവരുടെ കഷ്ടതയിൽ കൂടെ ഇറങ്ങിച്ചെന്ന് അവർക്ക് സഹായമായി തീരുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, എന്നെ പിന്മാറ്റത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഒരുപാട് നേർച്ച കാഴ്ച വഴിപാടുകൾ എല്ലാം കഴിച്ചു. ഇതൊന്നും എനിക്കിട്ട് ഏറ്റിട്ടില്ല. ഒരു വഴിപാടുകളോ ഒരു നേർച്ച കാഴ്ച ശക്തികളോ എന്റെ തലമുടി നാട്ടിൽ പോലും ഒരു കേടും പറ്റാൻ ദൈവം സമ്മതിച്ചില്ല. ദാനിയേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, ജീവനുള്ള ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാസന ദാനിയേലെ, സിംഹങ്ങൾക്ക് കേടുവരുത്താതെ സൂക്ഷിപ്പാൻ പ്രാർത്ഥന എന്ന് ചോദിച്ചതുപോലെ സിംഹങ്ങൾ ഒരു കേടും ദാനിയേലിന് വരുത്തുവാൻ കഴിയാതെ ജീവനുള്ള ദൈവത്തിന്റെ ദാനിയേലെ എന്ന് രാജാവ് വിളിച്ച് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, ആ സിംഹത്തിന്റെ വായടച്ചെങ്കിൽ എന്റെ കർത്താവ് സകല ജനത്തിന്റെ വായടച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള ക്രമീകരണങ്ങൾ വീണ്ടും ചെയ്യുവാൻ കൊണ്ടിയാത്തിരുന്നു. ചന്ദ്രക്കമേ സഭയെന്ന് കയ്യും കാലും കെട്ടി 7 യൂണിറ്റുള്ള തീച്ചുട നടുവിലിട്ടപ്പോഴും അവർ യേശുവിനെ തള്ളി പറഞ്ഞിട്ടില്ല. ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭമെന്ന ഒരു സ്തോത്രം, ഒരു വിശ്വാസി ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. ഞാൻ നോർത്തിലുള്ള പ്രദേശത്തൊക്കെ കർത്താവിന്റെ വേല ചെയ്ത ഒരു വ്യക്തിയാണ്, ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കറിയാം, ബീഹാർ പ്രദേശത്ത് ഹല്ലേലൂയ യേശുവിനെ അറിഞ്ഞ ഒരു ആണാട്ടെ ഒരു പെണ്ണാട്ടെ അല്ലെങ്കിൽ സഹോദരിയാട്ടെ ദേവദാസിയാകട്ടെ, യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊന്നാലും അവർ പിന്മാറത്തില്ല. അവർ കണ്ട യേശുവിന്റെ ഈ ബൈബിൾ അനുസരിച്ച് അതിൽ അവർ ഉറച്ചു നിൽക്കും. എത്രയോ പേരെ അങ്ങനെ കൊന്നുകൾ. ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡില് 25 വയസ്സുള്ള ഒരു ദേവദാസനെ, ഒരു കുഞ്ഞിനെ തല്ലിക്കൊല്ലുവാൻ യാതൊരു അവര് തല്ലിക്കൊന്നാലും യേശുവിനെ തള്ളി പറഞ്ഞിട്ട് പോകുന്ന ഒരു പ്രവണതയില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ജന മണ്ണിലേക്ക് പോകുന്നതാ. നമ്മൾ ജീവിക്കുന്ന ഒരു ആത്മാവുണ്ട്. ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ യേശുവിനെ അറിഞ്ഞതും സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചെന്ന് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലത് വിശ്വാസമായി
കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും യഥാർത്ഥമായി ആമേൻ പ്രവൃത്തിയോടെ ആമേൻ യേശുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, യഹോവ നല്ലവനാണെന്ന് നാം രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നമുക്ക് അവനെ വിട്ട് പിന്മാറുവാൻ, അവന്റെ സാന്നിധ്യം അനുഭവിക്കാതെ ആമേ സ്തോത്രം നാം പഴയ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞ പാപത്തിന്റെ പ്രവണതകളോ പാപത്തിന്റെ സ്വഭാവങ്ങളോ ഒരിക്കലും ഒരു വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അത് കടന്നു വരത്തില്ല. ആമേൻ. മരിച്ചാൽ ജീവിച്ചാലും ഞാൻ അവനായി ജീവിക്കും, അവനായി ഞാൻ കാത്തിരിക്കും എന്നുള്ള നാം ഉറച്ച തീരുമാനത്തിൽ നാം ഓരോരുത്തരും കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ചന്ദ്രകുമേശ്വരൻ അഭിനവ് പറഞ്ഞു, സ്തോത്രം, 7 ഇരുട്ടുള്ള തീച്ചയുടെ നടുവിൽ അതിനെ 14 ഇരട്ടിയാക്കി കയ്യും കാലും കെട്ടി തീയുടെ നടുവിലിട്ടപ്പോഴും അവിടെ 3 പേരല്ലേ ഇട്ടത്. സ്തോത്രം, 4-ാമനെ പ്രത്യക്ഷപ്പെട്ടില്ലേ? സ്തോത്രം, 4-ാമത്തെ ദിവസം അല്ലേ പ്രത്യക്ഷ 4-ാമതായി ആ തീയിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ തലമുടി നാട് പോലും ഒരു കേടും പറ്റാതെ തീയുടെ ബലം കെടുത്തി സ്വർഗ്ഗം അവരെ പുറത്ത് ജീവനോടെ കൊണ്ടുവന്നെങ്കിൽ സ്തോത്രം, അന്നൊക്കെ ആ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ കേട്ടത് മാത്രമല്ല, അത് ഹൃദയത്തിൽ അങ്ങനെ പതിക്കുമായിരുന്നു. അത് ഉരുവിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വസിക്കുമായിരുന്നു. വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിലും ആവശ്യം. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ നമുക്ക് മുൻപോട്ട് ഒരടി പോകുവാനോ നമുക്ക് കഴിയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ പണിയാൻ കർത്താവിന്റെ കടന്നിൽ കൊടുത്തപ്പോൾ ഒരുപാട് പ്രതിസന്ധി വീണ്ടും ഞാൻ കടന്നുപോയി. അങ്ങനെ ഞാൻ മടങ്ങി വരുവാൻ വേണ്ടി 1100 ദക്ഷിണ വെച്ച് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ദിവസം വെളുപ്പിനെ 3 മണിക്ക് അംബാസഡർ കാറ് സ്തോത്രം വീട്ടിൽ വന്ന് എന്റെ ഹസ്ബൻഡും കൂട്ടുകാരും കൂടെ കടന്നുപോയി. എന്റെ പിന്മാറ്റത്തിൽ കൂടെ ലാസ്റ്റ് കൈയാണ് ഞാൻ പിന്മാറ്റത്തിൽ ആരോ പറഞ്ഞു കെട്ടിപ്പോയതാണ്. അവിടെ കടന്നു നിന്നപ്പോൾ പൂജാരി പറഞ്ഞു എന്തെന്നറിയോ? ചെന്ന് വിളിക്കും, നിങ്ങൾ വന്ന കാര്യം പ്രയാസമാണ്, അത് എനിക്ക് അസാധ്യമാണെന്ന് പറഞ്ഞു. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് കടന്നു ചെന്നു ദൈവമക്കളെ. അവിടെ കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ദൈവത്തിന് വചനം പറഞ്ഞ് വായിച്ചിട്ടേ ഉള്ളൂ. പാലിന്റെ പ്രവാചകന്മാർ സ്തോത്രം, ഹല്ലേലൂയ, രാവിലെ മുതൽ വൈകിട്ട് വരെയും അവിടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു. അവർ മറുപടി കൊടുത്തില്ല എന്നുള്ളത്. സ്തോത്രം. എന്നാൽ അങ്ങനെ കടന്നു ചെന്നു. ഉച്ചയായപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, 12 മണി സമയമായപ്പോൾ പൂജാരി പറഞ്ഞു, എന്റെ ചെന്ന് പഠിക്കുന്ന നാള് പറഞ്ഞു, പേര് പറഞ്ഞു, ജനിച്ച മതം പറഞ്ഞു, ഹല്ലേലൂയ, എല്ലാ പൂജാരി പറഞ്ഞു, ഞാൻ ആയുധമണ്ഡലം പറഞ്ഞു. പക്ഷെ ഇത് പ്രയാസമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, 12 മണിയായപ്പോൾ പറഞ്ഞു, അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരൊരു ശക്തി വ്യാപരിക്കുക എന്ന് പറഞ്ഞു. അതാ ഞാൻ പറയുന്നത്. 91 സങ്കീർത്തനത്തിൽ 1-2 വാക്യത്തിൽ പറഞ്ഞു, അത്യുന്നതന്റെ മറവിലാണോ ഞാനും നിങ്ങളും, സർവശക്തന്റെ നിഴൽ കീഴിലാണോ ഞാനും നിങ്ങളും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ നമ്മെ തകർക്കുവാൻ സ്തോത്രം, ദൈവം നമ്മുടെ ആയുസ്സിനെ ഭൂമിയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ, നമ്മെ അവന്റെ രക്തം കൊടുത്ത് അവന്റെ പ്രാണൻ കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ നമ്മെ തകർക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ഒരു ജീവന സാക്ഷിയായിട്ട് നിൽക്കുകയാ. അതുകൊണ്ട് സ്തോത്രം പറഞ്ഞു, ഒരു ശക്തി വ്യാപരിക്കുക. ശക്തി എന്താണെന്ന് പറഞ്ഞില്ല. രാത്രി 12 മണിക്ക് വീട്ടിൽ മദ്യപിച്ച് ആടി കയറി വന്നു. കിടക്കാൻ നേരം ഞാനിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഒന്നിനും ഒരമ്പലത്തിനോ പള്ളിയിൽ പോയി ഇല്ല എങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, ആഭിചാരത്തിന് ശുദ്രതന്ത്ര മന്ത്രപ്രയോഗങ്ങൾ പോകരുത് പറഞ്ഞു. ഞങ്ങൾ പോയിട്ടില്ല എന്ന് പറഞ്ഞു. 4-ാമത്തെ ദിവസം തന്റെ വായിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീഴുവാൻ തക്കണം ഇടയാ തീർന്നു. ഹല്ലേലൂയ, വേഗത്തിൽ പോകട്ടെ. അങ്ങനെ പോയി. ആ പൂജാരി പറഞ്ഞു, വൈകിട്ട് വരെയും ഇരുന്നു, എന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഏതെന്ന്. പക്ഷേ സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു. ഒരു പക്ഷെ അത് വെളിപ്പെടുത്തി കൊടുത്താൽ എന്നെ ചിലപ്പോൾ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അത് വെളിപ്പെടുത്തി കൊടുക്കാത്തതെങ്കിലും ഹല്ലേലൂയ, എന്റെ കർത്താവിനെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. എന്റെ പ്രാണന് വിരോധമായി നിന്നവരെ ഞാൻ മരിക്കണമെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ മരിക്കണമായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സ്വർഗം എന്നെ സൗഖ്യമാക്കി. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് 3 മക്കളെ തന്നു. മക്കൾ ഉണ്ടാകരുതെന്ന് പറഞ്ഞു. വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞ സ്ഥാനത്ത് വിവാഹം കഴിച്ചു. 3 പെൺകുഞ്ഞുങ്ങളുണ്ടായി. അവരെ ഞാൻ വളർത്തി. അവരെ 3 പേരെ കെട്ടിച്ചു. അവർക്ക് 3 പേർക്കും
5 കൊച്ചുമക്കളെ ദൈവം എനിക്ക് തന്നു. 4 ആണും 1 പെണ്ണിനെ എനിക്ക് ദൈവം തന്നു. 5 കൊച്ചുമക്കളുടെ അമ്മയാണ് ഞാൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് വരെയും ആമേൻ സ്വർഗത്തിലെ ദൈവം നിർത്തി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മെ നിർത്തുവാൻ ദൈവശക്തനാണ്. നാം ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ അന്ധമായിട്ട് ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും നാം വിശ്വസിക്കുവാൻ തയ്യാറായ നമ്മെ പണിതെടുത്ത് പുറത്തു കൊണ്ടുവന്ന അല്ലെങ്കിൽ ആമേൻ മൂർച്ചകളെ ആയുധമാക്കി ആമേൻ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക, അനേകരെ ഭൂമിയിൽ നിന്ന് ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുക. സ്വർഗം നമ്മെ അഭിഷേകത്തിന്റെ തികവിലും അതിന് നിറവിലേക്ക് കൊണ്ടുവരുക. അനേക കഷ്ടങ്ങളിൽ കൂടെ, അനേക പ്രതികൂലങ്ങളിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. 2010 മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഞാൻ സമയം ഓടിപ്പോകുന്നില്ല. മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഒരു രോഗിയായി തീർന്നു. എൻ്റെ വയറിലെ യൂട്രസിന് കംപ്ലൈന്റ്, ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ യൂട്രസിന് പുറത്ത് 4.5, യൂട്രസിനുള്ളിലെ 12 സിസ്റ്റം, നെല്ലിക്കാൻ മുഴുപ്പിലുണ്ടായിരുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് സകല ഡോക്ടർമാരും എന്നെ കൈവിട്ടു. മൂവാറ്റുപുഴ ഹോസ്പിറ്റലിലെ 7 ഗൈനക്കോളജിസ്റ്റ് എന്നെ കൈവിട്ടു ദൈവമക്കളെ. പക്ഷെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ ചെയ്താൽ ഞാൻ മരിച്ചു പോകും, ചെയ്താതിരുന്നാലും ഞാൻ മരിച്ചു പോകും. പക്ഷേ എന്റെ പ്രാർത്ഥന സ്തോത്രം എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഓപ്പറേഷൻ മരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ 2ാമത്തെ ദിവസം എന്നെ അഡ്മിറ്റ് ചെയ്ത് തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്തു. 3ാമത്തെ ദിവസം ഞാൻ ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു, ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യാതെ മെഡിസിൻ കൊണ്ട് തീരുന്ന കേസാണ്, തീർക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇല്ല പറ്റത്തില്ലെന്ന്. അങ്ങനെ മനസ്സോടെ ഡോക്ടർ എന്നെ ഓപ്പറേഷത്തിന് വിധേയമാക്കുവാൻ ശ്രമിച്ചു. വ്യാഴാഴ്ച 10 മണിക്ക് റെഡി ആയിക്കോന്ന് പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കണമോ? അല്ലെങ്കിൽ ഒരു മാർച്ച് മാസത്തില് അല്ലെങ്കിൽ സ്തോത്രം ഡോക്ടർ ബാത്റൂമിൽ കുളിക്കുവാൻ കയറി. കുളിക്കുവാൻ കയറി. ഇപ്പൊ വർഷങ്ങളായിട്ട് ആ ബാത്റൂമിൽ കുളിക്കുന്ന ഡോക്ടറല്ലേ. ആ ഡോക്ടർ അവിടെ രാത്രി സന്ധ്യക്ക് 7 മണിക്ക് കുളിക്കാൻ കയറി. ബാത്റൂം തെന്നിയടിച്ചു കൊണ്ട് നടുപോയി. 10 ദിവസം മൂവാറ്റുപുഴ ഹോസ്പിറ്റൽ ഡോക്ടർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. അതുകൊണ്ട് തീർന്നടി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് വേഗം കടത്തിക്കൊണ്ടുപോയി. അങ്ങനെ 2 മാസത്തോളം ആ ഡോക്ടർ ഇരിപ്പാക്കുവാൻ തക്ക ഇവിടെയാ തീർന്നു. പിറ്റേ ദിവസം അന്ന് തന്നെ ഡോക്ടർ ഹെഡ്നേഴ്സിനെ വിളിച്ചു പറഞ്ഞു, ഷാൻഡിയുടെ ഓപ്പറേഷൻ നാളെ നടക്കത്തില്ല, അതുകൊണ്ട് അവരോട് വേറെ എവിടെയെങ്കിലും പോയിക്കോളാൻ പറഞ്ഞു. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഞാന് എന്നെ ബുധനാഴ്ച രാവിലെ എന്റെ ലേബറിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, 3.5 മണിക്കൂർ മുഴുവനും തുറന്നു വെച്ച്, മുഴുവൻ വയറ് കീറി തുറന്നു വെച്ച് ചെയ്യേണ്ട ഒരു സിസേറിയനാ. പെട്ടെന്ന് ഒരു യൂട്രസ് എടുത്ത് കളയുന്ന ഒരു സിസേറിയൻ നല്ല ഷാൻഡിൽ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ എന്നെ ദൈവമക്കളെല്ലാം, എന്നെ അറിയുന്നവരെല്ലാം പാസ്റ്റർമാർ ദൈവമക്കളെ കൊണ്ട് നിറഞ്ഞു. പക്ഷെ കർത്താവ് ഓപ്പറേഷൻ ചെയ്യാന്ന് വെച്ചാൽ ഞാനും കർത്താവുമായി സംസാരിച്ചു. കർത്താവെ എന്റെ കുറവുകളെ ഞാൻ ഏറ്റു പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെയാ. സ്തോത്രം. പിറവിലെ കുളിരുടെ മനുഷ്യനെ കാണിച്ചിട്ട് എന്റെ മുന്നിൽ കൊണ്ടു നിർത്തി പറഞ്ഞു, ഈ മനുഷ്യനെ നീ കണ്ടു എന്ന് പറഞ്ഞു. സ്തോത്രം. 12 മണി വരെ 9:30 എന്നെ ഇറക്കി കൊണ്ടുവന്ന 9:30 റൂമിലേക്ക് എന്നെ 10 മണി കൊണ്ടക്കെടുത്തി. 12 മണി വരെ ഞാൻ ദൈവമായിട്ട് സംസാരിച്ചു. എനിക്കെന്റെ കാതുകളിൽ കർത്താവിന്റെ വചനം എനിക്ക് തന്ന എനിക്കൊരു പേടിയില്ല. മരിക്കട്ടെ ജീവിക്കട്ടെ ഏതായാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനെ സംസാരിച്ചു. കർത്താവിനോട് പറഞ്ഞു, കുരുടെ പിറവിലേക്കൂടെ ആ മനുഷ്യന് ഞാൻ കാഴ്ച കൊടുത്തത് അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എനിക്ക് കാഴ്ച കൊടുത്തിട്ട് അവനെ പുറത്തു കൊണ്ടുവരാമെന്ന്. പക്ഷേ അവനെ കൂടെ ഞാൻ ആരെന്നും എന്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുരുടനായ ഞാൻ പുറത്തു കൊണ്ടുവന്നു. അവനെ ഞാൻ തൊട്ട് അവനെ സൗഖ്യമാക്കിയെങ്കിൽ അവൻ സ്തോത്രം, ഞാൻ നിന്നെ സൗഖ്യമാക്കും. എന്റെ സാക്ഷ്യം വഹിക്കുവാൻ അനേകരെ ഇതുപോലെ ഈ സാക്ഷ്യം പറഞ്ഞ് നേടിയെടുക്കുവാൻ, അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്തോത്രം. ഒരു വാക്കോടെ പറയട്ടെ, എനിക്ക് രോഗശാന്തി ശുശ്രൂഷ, ഭൂതശാന്തി ശുശ്രൂഷ, പ്രവചനം, ആലോചനകൾ, വചന വെളിപ്പാടിനാ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ശുശ്രൂഷകളും തന്ന കർത്താവിനെ അഭിഷേകം ചെയ്തത്. അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ലായിരുന്നു. ഏത് വിഷയം എന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ ധൈര്യത്തോടെ ഞാൻ നേരിടുമായിരുന്നു. മക്കളെ, ഹല്ലേലൂയ. ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവ്, അതുപോലെ എനിക്ക് 200 നാവായിട്ടാ തീരുന്നത്. ഹല്ലേലൂയ. കാരണം എന്റെ കർത്താവ് എന്നെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ എന്റെ ശബ്ദം, എന്റെ ആരോഗ്യം, എന്റെ ആയുസ് മുഴുവൻ
എന്റെ കർത്താവിന് വേണ്ടി മാത്രമാണ് ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കർത്താവിനെ, മക്കളെ, അമ്മയപ്പ ഒന്നിനെ ഞാൻ നോക്കിയില്ല. എന്റെ ദൈവം വിളിച്ചിട്ടുള്ള വിശ്വസ്തനാണ്, അവൻ നടത്തിക്കോളും എന്നുള്ള ഈ ദൃഢധൈര്യം എന്റെ ഹൃദയത്തിൽ ഞാൻ പ്രാപിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പോകുമ്പോൾ ആമേ സ്തോത്ര, ഹെഡ് നേഴ്സ് എന്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ നടക്കത്തില്ല, വേറെ എവിടെയും പോയിപ്പോ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പെട്ടെന്ന് ആമേ ഓഫീസിൽ ചെന്ന് ഡിസ്ചാർജ് വീട്ടിൽ പോയി. ആമേ സ്തോത്രം, വീട്ടിൽ പോയി. ഞാൻ വെറുതെ ഇരുന്നില്ല അതേ മക്കളെ. 3 ദിവസം 7 ദിവസം 21 ദിവസം ഞാൻ ഫാസ്റ്റിംഗ് പ്രയർ ചെയ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. നിന്റെ അമ്മയപ്പന്മാരുടെ പാപ നിമിത്തമല്ല, എനിക്ക് നിന്നെ പുറത്ത് പൂർണ്ണമായി കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ട്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ആമേ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആമേ സ്തോത്രം, ഞാൻ നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. കർത്താവിന്റെ സൗഖ്യമാക്കി. ഈ ലോകത്തിന്റെ കത്തി വെച്ച് 4 കാലം മലച്ച് കിടന്ന മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുന്നതിന് അപ്പുറത്ത് ആമേ സ്തോത്രം, എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു വ്യക്തി ഞാൻ. പക്ഷെ കർത്താവിനെ സൗഖ്യമാക്കി. ഈ ലോകത്തിന്റെ കത്തി എന്റെ ഈ ശരീരത്തിൽ വെക്കുവാൻ ഒരു രീതിയിലും എന്റെ ദൈവം അനുവദിച്ചില്ല. ദൈവനെ സൗഖ്യമാക്കി. ആമേൻ. ന്യൂമോണിയ പിടിച്ച് ആമേൻ 16 ദിവസം ഞാൻ അനക്കമില്ല കിടന്നു. 16ാമത്തെ ദിവസം ആമേൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ സ്കാൻ ചെയ്തിട്ട് പുറത്തു കൊണ്ടുവന്ന ഡോക്ടറെ സ്കാൻ റിപ്പോർട്ട് കാണിച്ചപ്പോൾ ആ സംഭവം വന്ന ഒരു പാട് പോലും എന്റെ യൂട്രസിലും എന്റെ ശരീരത്തിലുമില്ല. അതിന്റെ യാതൊരു പ്രശ്നങ്ങളോ ഒരു വേദനകളോ ഒരു ക്ഷീണമോ പ്രയാസങ്ങളോ ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവ തൊട്ടാ ഒരുവനെ തൊട്ടാൽ അത് തൊട്ടതാ. ഹല്ലേലൂയ. അവനെ തൊട്ടവനും അവന്റെ തൊങ്ങനെ തൊട്ടവൻ പോലും അവന്റെ നിഴലടിച്ചവൻ പോലും സൗഖ്യം പ്രാപിച്ചിരുന്നു. ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ദൈവത്തിന്റെ വചനം ഇരുപത്തിലെ വാള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെ ആത്മാവിനെ സ്വന്തവന്റെ തുളച്ചെന്ന് വേർപിടിക്കുന്ന ദൈവത്തിന്റെ വചനം അല്ലാതെ അത് ജീവൻ എന്നുള്ളതാണ്. അതല്ലേലൂയ. വെറുതെ മടങ്ങിപ്പോകത്തില്ല. അവൻ അയച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതിനെ പ്രവൃത്തി ചെയ്തിട്ടേ അത് മടങ്ങി വരത്തുള്ളെന്ന ദൈവത്തിന് വചനം നാം വായിക്കും. അതുകൊണ്ട് ആമേൻ, ഇത് സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം. അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം നൽകി. ആ ന്യൂമോണിയ പിടിച്ചു കിടന്ന സ്ഥാനത്ത് അന്ന് ഞാൻ മരിച്ചു പോയൊരു വ്യക്തിയാ. ദൈവം എന്നെ 16ാമത്തെ ദിവസം എന്റെ കണ്ണ് തുറന്നു. 16ാമത്തെ ദിവസം വീട്ടിൽ നിന്ന് മടങ്ങി വന്നു. അങ്ങനെ ഞാൻ ഉപസിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എന്നെ രോഗങ്ങളൊന്നും എന്നെ തൊട്ടിട്ടില്ല, എന്നെ അലട്ടിയിട്ടില്ല. പക്ഷേ ആമേ സ്തോത്രം, അങ്ങനെയും ഒരുപാട് കഷ്ടങ്ങളിൽ കൂടെ ഒരുപാട് പ്രയാസം നാം കടന്നു പോകേണ്ടവരാണെന്ന്, ഇനിയും വരാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ ദൈവനെ വിടുവിച്ച വിടുതൽ ഓർക്കുമ്പോൾ ആമേ സ്തോത്രം, എന്റെ ഹൃദയം നിറഞ്ഞു തുള്ളി. എന്റെ കർത്താവിന് മഹത്വത്തെ എത്രപ്പെടുത്തിയാലും, എത്ര ഉച്ചത്തിൽ അവനെ സ്തുതിച്ചാലും, ഉച്ചത്തിൽ പാടിയാലും എനിക്ക് മതി വരത്തില്ല. പ്രിയപ്പെട്ടവരെ, അവനെ ഞാൻ എന്റെ മുൻപിൽ കണ്ടിരിക്കുമ്പോൾ അവൻ എന്റെ പാപത്തിന് വേണ്ടി, എന്റെ ശാപത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ കടുകുടിയിൽ ആർക്കും വേണ്ടാതെ കൊള്ളരുതാതെ കിടന്നാൽ ഹീനപാത്രമായത് എന്നെ അവന്റെ രക്തം എടുത്ത്, അവന്റെ പ്രാണൻ പെടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയത്. ഈ സൗജന്യമായ രക്ഷ എനിക്ക് സ്വർഗം നൽകി തന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു മീറ്റിംഗ് ശുശ്രൂഷിച്ചപ്പോ സൗജന്യമായി നമുക്ക് നൽകി തന്ന രക്ഷയാണ് നമ്മുടെ കർത്താവ്. നാം ഒരു വിലയും കൊടുത്തിട്ടില്ല. വില കൊടുത്തത് എന്റെ കർത്താവ് കാൽവറിയില് നമുക്ക് വേണ്ടി സ്വന്തം തോളിൽ ചാച്ചു. ജനിക്കുവാൻ അവൻ ഇടമില്ലായിരുന്നു, മരിക്കുവാൻ ഇടമില്ലായിരുന്നു. ആ സ്ഥാനത്ത് നമുക്ക് ജനിക്കുവാനും മരിക്കുവാനും സകലതും നമുക്ക് ഭൂമി നൽകി തന്ന അവന്റെ രക്തം കൊടുത്ത് നമ്മൾ വീണ്ടെടുത്ത അവന്റെ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രവൃത്തികൾ ജീവനുള്ളതായിരിക്കട്ടെ. നമ്മുടെ പ്രവൃത്തികൾ ജീവനുള്ളതായിരിക്കട്ടെ. ദൈവമക്കളെ, സ്തോത്രം, ഒരിക്കലും അവന്റെ നാമം നമ്മളിൽ കൂടെ ദൂഷിക്കപ്പെടുവാൻ ഇടയാകരുത്. സ്തോത്രം, നാം മരിക്കേണ്ടി വന്നാലും സ്തോത്രം, നാം രക്തസാക്ഷിയെ നിൽക്കി തീരേണ്ടി വന്നാലും സ്തോത്ര, ഇന്ന് ഞാൻ മരിച്ച അവനോടുകൂടെ ഞാൻ പറുദീസയിൽ ഇരിക്കുമെന്നുള്ള ദൃഢധൈര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വിശ്വാസനായകനെ പൂർത്തി വരുത്തുന്നവ യേശുവിനെ നാം നോക്കി മുൻപോട്ട് പോകുവാൻ നമുക്കിടയായാൽ ഹല്ലേലൂയ, സ്തോത്രം, അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയ വിജയമെന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ,
കർത്താവ് പറഞ്ഞത് ആമേ സ്തോത്രം. ഞാൻ രക്ഷിക്കുക പെടുവാൻ വേണ്ടി ഒറ്റൊരു വാക്യം ആ കാര്യം എന്നോട് പറഞ്ഞുള്ളൂ. ആമേ ഞാൻ 2 വഴി നിന്റെ മുൻപിൽ വെക്കുന്നു, ഒന്ന് ജീവന്റെ വഴിയും ഒന്ന് ആമേ നാശത്തിന്റെ വഴിയും. ഹല്ലേലൂയ. നീ പോകുന്ന വഴി ഇപ്പോൾ നാശത്തിന്റെ വഴിയാണ്. ആമേ സ്തോത്രം. ആമേ ഹല്ലേലൂയ. ആ വഴി വിശാലമാണ് ആമേ മോളെ. ആമേ സ്തോത്രം. എന്റെ വഴിയിലേക്ക് നീ വന്നാൽ ഇടുക്കമുള്ളതാ, ഞെരുക്കമുള്ളതാ, അത് പ്രയാസമുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ പ്രയാസമുള്ള വഴിയും തിരഞ്ഞെടുത്തത് കൊണ്ട് ഇന്നും ഭൂമിയുടെ പരപ്പിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ എന്റെ ജീവാവസാനം വരെ ഞാൻ മരുന്നിലേ ജീവിക്കത്തുള്ളൂ. ആമേ സ്തോത്രം. ഞാൻ 20 വയസ്സ് വരെ ആമേ ജീവിക്കത്തുള്ളൂ, അത് കഴിഞ്ഞ് മുൻപോട്ട് പോകത്തെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് എനിക്ക് 58 വയസ്സ് പ്രായം ആയിരിക്കുന്നു. ആമേൻ. ദൈവം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമല്ലേ? നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം അമേ സകല ചരാചരം സൃഷ്ടിച്ചവനാ. നമ്മെ അവന്റെ കയ്യില് അമേ മെനഞ്ഞവനാ. ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് അവന്റെ ഇഷ്ടത്തിന് അവന്റെ സദൃശ്യത്തിലും നമ്മുടെ കർത്താവിന്റെ രൂപത്തിലും അവനൊരു മനുഷ്യ രൂപമുണ്ടാക്കി. ആമേൻ ഹല്ലേലൂയ. അതിന് ആമേ സ്തോത്രം തൊക്ക് പിടിപ്പിച്ച, ഞരമ്പ് പിടിപ്പിച്ച, മാംസം പിടിപ്പിച്ച ഒരു മനുഷ്യന് വേണ്ട അവയവങ്ങളെ മുഴുവനെ ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി ഒരു മനുഷ്യനായി ഭൂമിയിൽ പിറക്കുവാൻ സാവകാശം നമുക്ക് തന്ന ആമേൻ. ഈ സൗജന്യമായ രക്ഷ നമുക്ക് തന്ന് ആമേൻ കാൽവറിയിലെ കൊലക്കളത്തിൽ അവനെ വിലയായി കൊടുത്തെങ്കിൽ നാം എന്താണ് നമ്മുടെ കർത്താവിന് വേണ്ടി വില കൊടുക്കുന്നത് എന്നുള്ളത് അത് നാം ഒന്ന് ചിന്തിക്കണമെന്നുള്ള ആമേൻ. ആമേൻ. പുറകോട്ട് പോയി നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിത രീതികൾ ചിന്തിച്ച് മുൻപോട്ട് പോകാൻ ഇടയാക്കണം. അതുകൊണ്ട് രോഗം വന്നാലും, ഭാരം വന്നാലും, കടം വന്നാലും, ഞെരുക്കം വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും ഒരിക്കലും അല്ലെങ്കിൽ എന്ത് ചെയ്യരുത്? പിന്മാറരുത്. ആമേ സ്തോത്രം. പിന്മാറിയ അവന് നമുക്ക് പ്രസാദമില്ല. ആമേൻ. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ ഹല്ലേലൂയ 20 വരെ വാക്യം അവിടെ എന്താ പറയുന്നത്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം. ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് കർത്താവ് നൽകി തന്നതായി ഭൂമിയിൽ നിന്ന് പോയത്. നല്ല യൗവന പ്രായത്തിൽ 33 വയസ്സിൽ അവൻ നമുക്ക് വേണ്ടി ബലിയാടാക്കിയിരുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് അനേകരുടെ മുമ്പിൽ നമ്മളിൽ കൂടെ വരച്ചു കാണിക്കാം. നമ്മെ ക്രിസ്തുവിനെ പത്രമാക്കി ഭൂമിയുടെ വിലവിൽ വെച്ചിരിക്കുന്നു. നമ്മെ ഭൂമിയുടെ ഉപ്പാക്കി വെച്ചിരിക്കുന്നു. നമ്മെ ഭൂമിയുടെ വെളിച്ചമാക്കി മാറ്റിയിരിക്കുന്നു. ആ വെളിച്ചത്തിൽ നമുക്ക് നടക്കണം. ആ ക്രിസ്തുവിനെ ആമേ സ്തോത്രം നമ്മളിൽ കൂടെ ഉയർത്തുമ്പോ അനേകര വെളിച്ചത്തിലേക്ക് ആമേൻ. വൈകിട്ട് സന്ധിക്ക് നമ്മുടെ റൂമിലും ആമേ പുറത്ത് വെട്ടമിടുമ്പോൾ അനേക പ്രാണികൾ ഓടി കടന്നു വരുന്നത് പോലെ നമ്മളിലെ ക്രിസ്തുവിന്റെ വെളിച്ചം കാണുമ്പോൾ അനേക മദ്യപാനികൾ, പാപത്തിന്റെ പടുകുടികൾ, പാപബന്ധുലമ ജീവിതത്തിൽ ആമേ ദൈവമാരെന്ന ഇടങ്കലും വലം കൈമറിയാതെ കിടക്കുന്ന വ്യക്തികളെ നേടിയെടുക്കുക. നമ്മളെ പ്രവൃത്തി വെളിപ്പെടണം. നമ്മൾ ജീവിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്, അവന് വെളിപ്പെടുത്തണം മറ്റുള്ള മുൻപിൽ. ആമേ സ്തോത്രം. മരിക്കേണ്ടി വന്നാലും, ജീവൻ കൊടുക്കേണ്ടി വന്നാലും നമ്മുടെ യേശുവിനെ തള്ളി പറഞ്ഞിട്ട് പോകുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ദൈവമക്കളെ. അത് ദൈവത്തിന് പ്രസാദമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടും. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കണം. ആമേ സ്തോത്രം. നമ്മളിൽ ശക്തി വേണം, പരിശുദ്ധാത്മ ശക്തി. എന്തിനാ കർത്താവ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അവൻ നമുക്ക് കാണിച്ച മാതൃ തന്നിട്ട് പോയത്? എന്തിനാണ് വെള്ളത്തിൽ ഇറങ്ങി യോഹന്നാന്റെ കൈക്ക് സ്നാനമേറ്റത്? ആ മാതൃക നമുക്ക് കാണിച്ചു തന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം. ആ മാതൃക പ്രകാരം നാം ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, അമ്മ അന്യഭാഷ അടയാളത്തോട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഭവനത്തിലോ, നമ്മുടെ മക്കൾക്കോ, നമ്മുടെ ഭർത്താവിന്, ഭാര്യയ്ക്കോ ആമേ രോഗങ്ങളോ, പ്രയാസങ്ങളോ, ബുദ്ധിമുട്ടുകളോ ആമേ സ്തോത്രം ഏത് കടന്നു വന്നാലും അധൈര്യപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ വചനം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക, വായിക്കുക, അതിൽ ആമേ ധൈര്യപ്പെടുക, അതിൽ ഊന്നി നിൽക്കുക. ആമേ സ്തോത്രം. അതുകൊണ്ട് തകർന്നു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ആമേ ക്ഷീണിച്ചു പോകുമ്പോൾ അവന്റെ പാദപടത്തില് അവന്റെ ബലമുള്ള കൈക്ക് താണിരുന്നു കൊണ്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവന്റെ വലം കര നീട്ടി ആമേ സ്തോത്രം ആണിറി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് സ്തോത്രമല്ലേലൂയ. എന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വേഗത്തിൽ
പറയാൻ പോകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന് ആമേൻ 1-2 വാക്യം എന്താ വായിക്കുന്നത്? യഹോവയിൽ നിന്ന് യിരെമ്യാവിന്റെ അരുളപ്പാടെന്തെന്നാ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചൊല്ലുക, അവിടെ വെച്ച് ഞാൻ നിനക്ക് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആമേൻ അവന് തോന്നിയ പാത്രമാക്കി വാർത്തുണ്ടാക്കി അത് മനോഹരമാക്കി തീർത്തെങ്കിൽ ആമേൻ കർത്താവ് യേശു കരം കൊണ്ട് നമ്മളെ മനഞ്ഞു നമ്മളെ പണിതെടുത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ മനോഹരമാക്കി തീർത്ത ഭൂമിയുടെ പരപ്പിൽ ജീവൻ തന്ന പ്രാണൻ തന്ന കർത്താവിനെ കാണുവാൻ ഇടയാക്കി തീർത്തത് ആമേൻ സ്തോത്രം അനേകരുടെ മുൻപിൽ ക്രിസ്തുവിനോട് ജീവിക്കുക, അനേകരുടെ മുൻപിൽ നമുക്ക് സാക്ഷിയായി നിൽക്കുവാൻ വേണ്ടി. അതുകൊണ്ട് നാം എപ്പോഴും ഓർക്കണം, ഒരു രോഗം വന്നാൽ ആമെ സൗഖ്യമാക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, എന്റെ നിഴലൊന്ന് അടിച്ചാൽ മതിയല്ലേ, അവനൊന്ന് തൊട്ടാൽ മതിയല്ലേ, നിനക്ക് അവനൊന്ന് തൊടുവാൻ കഴിയുമോ? അവന്റെ തൊങ്ങലൊന്ന് തൊടുവാൻ കഴിയുമോ? ശക്തി അവനിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന ഏത് വലിയ രോഗമാകട്ടെ, ഏത് വലിയ പ്രതിസന്ധികളാകട്ടെ, അത് നമ്മെ വിട്ടു പോകുവാൻ തക്കമതിയാക്കിരും. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ, ദൈവം നമ്മെ മുൻപോട്ട് നയിക്കും. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് വേഗം പോകട്ടെ. ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളെ തന്നുകൊണ്ട് ഞാൻ എല്ലാവരുടെ മുൻപിൽ അവോർഡിങ് ആയിരുന്നു, എല്ലാവരുടെ മുൻപിൽ ഞാൻ ഒരു നിന്നാപാത്രമായിരുന്നു. ആമേ സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് ആമേ സ്തോത്രം 30 വർഷത്തിന് മേലെ ഞാൻ വാടകയ്ക്ക് കുഞ്ഞുങ്ങളെ മാറി മാറി കൊണ്ടുവന്നു. 10 വർഷം എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ വിട്ട് പോയിരുന്നു, എവിടാന്ന് അറിയത്തില്ലായിരുന്നു. ആമേ സ്തോത്രം. തിരിച്ചു വിളിച്ച് പോയ വഴിക്ക് പോയി ഞാൻ വിളിച്ചു കൊണ്ടുവന്നു. 10 വർഷത്തിന് ശേഷം മൂത്ത മോളുടെ വിവാഹത്തിന് 2010 എൻ്റെ കുഞ്ഞിന്റെ വിവാഹത്തിന് വിളിച്ചു കൊണ്ടുവന്ന് വിവാഹത്തെ സംബന്ധിപ്പിച്ചു. 1 രൂപ പോലും ഇല്ലാത്ത സ്ഥാനത്ത്, ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു ബാലൻസ് എനിക്കില്ലാത്ത സ്ഥാനത്ത് എൻ്റെ കർത്താവിന്റെ കുഞ്ഞിന്റെ വിവാഹം ഭംഗിയായി സ്വർഗം ഏറ്റെടുത്ത് നടത്തി. ആമേൻ ഹല്ലേലൂയ. ആമേൻ. 3 കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ആമേൻ ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇവരെ വിവാഹത്തിന് മുമ്പേ എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളായതുകൊണ്ട് മറ്റുള്ള ഞാൻ എല്ലാവരുടെ മുമ്പിൽ നിന്നാപാത്രം ആമേൻ ഹല്ലേലൂയ ആയിരുന്നു, അവോർഡിങ് ആയിരുന്നു. അതുകൊണ്ട് കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ജനിക്കുന്നത് 3 പേർക്കും ഒരേ ആൺകുഞ്ഞുങ്ങൾ ആയിരിക്കണമേ. എന്റെ ആഗ്രഹം ഞാൻ ദൈവത്തോട് പറഞ്ഞു, അത് എന്റെ ഇഷ്ടമല്ല, എന്നാൽ എന്റെ കർത്താവിന്റെ പിതാവിന്റെ ഇഷ്ടം അത് നിറവേറ്റണം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങളെ കൊടുത്തു. ദൈവമക്കളെ ഹല്ലേലൂയ. അങ്ങനെ തന്നെ കർത്താവിന്റെ 3 കുഞ്ഞുങ്ങൾക്കും ആമേ സ്തോത്രം ഉണ്ടായത് ആമേൻ ആൺകുഞ്ഞുങ്ങള്. മൂത്ത മോൾക്ക് 2 ആൺകുഞ്ഞുങ്ങള്. ആമേ സ്തോത്രം. 13 വയസ്സും ആമേ സ്തോത്രം ഹല്ലേലൂയ ആമേൻ 8 വയസ്സുമായി. ഹല്ലേലൂയ. അങ്ങനെ രണ്ടാമത്തെ മോൾക്ക് 1 ആൺകുഞ്ഞ്, ആമേൻ ഇളയ മോൾക്ക് 1 ആണും 1 പെണ്ണും. അങ്ങനെ 4 ആൺകുഞ്ഞുങ്ങളെ 1 പെൺകുഞ്ഞ്. കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ലയോ? നമ്മുടെ അവിശ്വാസമല്ലേ നാം പ്രാപിക്കാത്തത്, ദൈവസ്ഥ പ്രാപിക്കാത്തത്. വിശ്വാസമാകിലും പൂർത്തി വരുത്തണമെന്ന് മാത്രം നോക്കണം. വേറെ എങ്ങോട്ട് നോക്കിയാൽ നമുക്ക് വിശ്വാസം വരത്തില്ല. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല ദൈവമക്കളെ. അതുകൊണ്ട് സ്തോത്രം ഞാൻ പറയട്ടെ, 4 ആൺകുഞ്ഞുങ്ങളെ തന്നു. എനിക്ക് വീടില്ലായിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് വീട് തരുന്നുവെങ്കിൽ എനിക്ക് പണിയോ എന്റെ കൂടെ ആരുമില്ല, അതുകൊണ്ട് എനിക്കൊരു ചെറിയ വാർക്ക് വീടായിരിക്കണം. ആമേ 3 ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂമോ, ഹാള്, അടുക്കള. ആമേ സ്തോത്രം. അത് ഹല്ലേലൂയ ടൗണിൽ ഒത്തിരി അടുത്തല്ലാത്ത ദൂരത്തല്ലാത്ത രീതിയിൽ ടൗൺ ഏരിയ ആയിരിക്കണം. ആമേ വെട്ടം വേണം, വഴി വേണം, വെള്ളം വേണം എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു വീട് അല്ലാതെ എനിക്ക് ആഗ്രഹമില്ല കർത്താവേ. അല്ലാതെ കണ്ട് എനിക്ക് നീ തന്ന എന്റെ പിറകെ എന്നെ സഹായിപ്പാൻ എനിക്ക് വേറെ ആരുമില്ല, എന്നെ സഹായിപ്പാൻ എന്റെ യേശു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് എന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അവരോട് അറിയിക്കുന്ന അരുളി ചെയ്തവൻ അവന്റെ കരത്തിൽ ഞാൻ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് 5 സെന്റ് സ്ഥലം കോതമംഗലത്തെ ടൗണിനടുത്ത്, എങ്ങോട്ടിറങ്ങിയ ടൗണ്, അമ്മയും വഴിയും വെട്ടവും വെള്ളമുള്ളടുത്ത്, അമ്മൻ ഒരു വാർക്ക് വീട്, 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, 2 ബാത്റൂം, 1 ബാത്റൂം ചോദിച്ചു 2 ബാത്റൂം തന്നു. അമ്മ 1 അടുക്കള ചോദിച്ചു 2 അടുക്കള തന്നു. അദ്ദേഹത്തിന് വചനം പറയുന്നത്, ചോദിക്കുന്ന നിരക്കിൽ മറ്റുള്ളവരെ നൽകി തരുവാൻ കഴിവ് പ്രാർത്ഥനയാണ്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എന്റെ ഉപനിധിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നാം ഒരു പൊട്ടനെ പോലെ, പൊട്ടിയെ പോലെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അവന്റെ കരങ്ങളിൽ കൊടുക്കുമോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ.
അവൻ നമ്മെ നടത്തുവാൻ ശക്തനാ, അവൻ നമ്മെ പരിപാലിക്കുവാൻ ശക്തനാ. അവൻ വിളിച്ചിട്ട് വഴിയിട്ടേച്ച് ഒരിക്കലും പോകത്തില്ല. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി. ആമേ ഇതിനിടയ്ക്ക് ഒത്തിരി ഞാൻ ഗ്യാപ്പിട്ട് വിട്ട് പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആമേ പിന്നെ ദൈവം എനിക്ക് സമയം തന്ന പിന്നീട് ഒരിക്കൽ മുഴുവൻ കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഹല്ലേലൂയ, അങ്ങനെ കോതമംഗലം ടൗണിനടുത്ത് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് ദൈവം വീട് തന്നു. ആ വീട്ടിൽ എന്റെ മൂത്ത മോൾ താമസിക്കുന്നു. ഞാൻ താമസിക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് ഞാൻ ഷാരോൺ സഭയുടെ ആമേ സഭാ ശുശ്രൂഷന്റെ ഒരു ഭാര്യയായിട്ട് ഇരിക്കുന്നു. ആമേ ആദ്യ ഹസ്ബൻഡ്, അതുകൂടെ ഞാൻ പറയട്ടെ, ആദ്യത്തെ ഹസ്ബൻഡ് മരിച്ചുപോയി 2015 ആമേൻ അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചുപോയി കഴിഞ്ഞ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ 8 വർഷത്തിന് ശേഷം ഒരു ദേവദാസൻ ആലോചനയുമായി വന്നു. ഷാരോണിലെ ദേവദാസൻ ബാബു തോമസ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ അങ്ങനെ വിവാഹത്തിന് സമ്മതിച്ചു. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ പിന്നെ ഞാൻ ദൈവത്തോടത് പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെയും അവരുടെ അപ്പം നോക്കുന്നത് പോലെ എന്നെ സ്വന്തം ഹല്ലേലൂയ വേർതിരിവ് കാണിക്കാൻ നോക്കണം എന്ന് പ്രാർത്ഥിച്ചു ദൈവത്തോട് കരങ്ങളിൽ കൊടുത്തു. അങ്ങനെയെങ്കിൽ മാത്രമേ ഞാൻ ഈ കാര്യത്തിൽ ഇറങ്ങത്തുള്ളൂ. ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലാതെയും ഹല്ലേലൂയ. പക്ഷെ കർത്താവ് അങ്ങനെ തന്നെ കേട്ടു. ദൈവമക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ അവരുടെ മക്കളെ പോലെ എന്നെയും എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു മാനിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വേർതിരിവോ ഒന്നും കാണിച്ചിട്ടില്ല, ഇന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഹല്ലേലൂയ ആയിരിക്കുന്നത് ഞാൻ കോട്ടയത്തിനടുത്ത് കാണുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഷാരോന്റെ വേലയുടെ മുഖത്ത് ആയിരിക്കുന്നു. 29 കുടുംബമുണ്ട്. ആമേ സ്തോത്രം. കുടുംബമായിട്ട് 29 ഉണ്ട്. അമേൻ. അല്ലാതെ ഒറ്റയ്ക്കൊക്കെ കടന്നു വരുന്നില്ല. 100 പേരിൽ താഴെയുള്ള ഒരു ദൈവസഭയുടെ ഒരു കർത്താവിന്റെ ദാസന്റെ ഭാര്യ ഇന്ന് ഞാൻ പകൽക്കാലമായിരിക്കുന്നു. ദൈവത്ര വലിയ ഭാഗ്യ ജീവിതത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്നിടത്തുള്ള ഭാഗ്യം ഈ ഭൂമരത്തിൽ എന്താ ഉള്ളത്? അവന്റെ സാക്ഷ്യം നിൽക്കുക. അതിനേക്കാൾ വലിയൊരു സാക്ഷ്യം ജീവിതത്തിൽ ഒരു ഭാഗ്യമില്ല. ഹല്ലേലൂയ സ്തോത്രത്തിന്റെ സമയം കഴിഞ്ഞു. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആമേൻ ദൈവത്തിന് വചനത്തിനും നാം അടിയുറച്ച് വിശ്വസിക്കുക. അവൻ പറഞ്ഞത് ഇങ്ങനെയാ, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, വേറൊന്നും നീ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്ന് വിശ്വസിച്ചുകൂടെ? നമ്മുടെ കർത്താവിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിരുന്നു ക്ഷണിച്ചു കൊണ്ടുപോവാ. നമ്മുടെ രോഗത്തിന് സൗഖ്യം തരുക, നമ്മുടെ സകല പ്രശ്നത്തിന് പരിഹാരം നമ്മുടെ കർത്താവിൽ ഉണ്ടല്ലേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് അസാധ്യമെന്ന അവൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവനെ നാം കൊച്ചാക്കി കളയരുത്. അവന്റെ പ്രവൃത്തികൾ അഗോചരമാണ്. അവന്റെ പ്രവൃത്തികൾ ഇന്നും ജീവിക്കുന്നതാ. ഹല്ലേലൂയ. ഒരു കാര്യങ്ങളെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്താം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരന് ആമേ സ്തോത്രം യൂറിക് ആസിഡ് എന്ന് പറഞ്ഞ രോഗം പെട്ടെന്ന് കടന്നു വന്നു. കാലിന് ഭയങ്കര വേദന, നീരും. അതിങ്ങനെ തൊട്ടാൽ പൊട്ടും. അത് പൊട്ടിയാൽ ഭയങ്കര പ്രശ്നവും. അതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ രാത്രിയിൽ കുഞ്ഞിന്റെ അടുക്ക കടന്നുപോയി. ദൈവസൗഖ്യം വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി കടന്നുപോയി. ഇങ്ങനെ കർത്താവിന്റെ ദാസൻ വലിയ ആ പ്രിയ സഹോദരന്റെ തൊട്ടപ്പത്തേനും അലറി നിലവിളിക്കുകയായിരുന്നു. പക്ഷെ കൈവച്ച് ഇങ്ങനെ തലോടി ഈ തന്തവരലും കൊണ്ട് കർത്താവിന്റെ ദാസൻ ഇങ്ങനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച നീര് യേശു ക്രിസ്തുവിൻ നാമത്തെ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ കണ്ണാലെ എനിക്ക് എന്നെ സൗഖ്യമാക്കിയതൊക്കെ ശരി, പക്ഷെ ഞാൻ ഒരിക്കൽ കൂടെ അവന്റെ അത്ഭുത പ്രവൃത്തി കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാ. ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തി മഹത്വം ഞാൻ പറയുന്നത്. അതിങ്ങനെ തിരുമിയിറക്കുമ്പോഴത്തേക്കും ആ നീരിങ്ങനെ ഇറങ്ങിപ്പോയി വേദന കുറഞ്ഞ് കാലിന്റെ മാംസം ചുരുങ്ങുന്ന തൊലി ചുരുങ്ങി വരുന്നു കാണാൻ എന്റെ നഗ്നമായ നേത്രം കൊണ്ട് കാണുവാൻ എനിക്ക് സാധിച്ചു. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി വീണ്ടും എനിക്ക് തോന്നി. അപ്പൊ ഇന്നും നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നില്ലേ? നമ്മുടെ അവിശ്വാസം കൊണ്ടല്ലേ ഒന്നും നടക്കാത്തത്. ഹല്ലേലൂയ സ്തോത്രം. ആ കുഞ്ഞ് പൂർണ്ണ സൗഖ്യമുള്ളവനായി ആമേ സ്തോത്രം. പിറ്റേ ദിവസം ആമേ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു, ആരാധനയ്ക്ക് കടന്നു വന്നു, ജോലിക്ക് പോയി. ഹല്ലേലൂയ. അവിടെ ദൈവത്തെ കൊണ്ട് അസാധ്യം അതൊന്നുമില്ല. അതുകൊണ്ട് ആമേ കർത്താവിന്റെ വചനം പറയുന്നു, ആമേ ഒടുവിൽ കർത്താവിന് അമിതബുദ്ധി ശക്തിപ്പെടുക. പിശാച് പലവിധമായ രീതിയിൽ നമ്മളെ പരീക്ഷിക്കുക അടുത്തു വരും. പിശാചിന്റെ തന്ത്രം നാം അറിയാത്തവരല്ല. അതുകൊണ്ട് അവനോട് എതിർത്ത് നിൽപ്പിൻ. അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് പ്രമാണമാണ്. നാം ദൈവത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുക. നമുക്ക് കഴിഞ്ഞ അവൻ പ്രവർത്തിക്കുന്നത് കർത്താവ്. ആ ഇസ്രായേലിന്റെ പരിപാൽ ഒരിക്കലും ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ആമേ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പക്ഷവാത പിതാവിന്റെ അടുക്കൽ ഇത് ചെയ്ത നമ്മുടെ നിത്യത്തിൽ കൊണ്ടെത്തിക്കുക. ആമേ ഹല്ലേലൂയ. ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥനായി നിൽക്കുന്ന
കർത്താവ് യേശു ക്രിസ്തു നമ്മളെ കൂടെ ഉയർത്താൻ ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് കർത്താവിന്റെ വേലയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ആമേൻ. ഇത് അന്ത്യകാലം, ദുർഘട സമയമാ. അതുകൊണ്ട് കർത്താവിന് നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ ദൈവം മഹത്വം എടുക്കട്ടെ, നമ്മളിൽ കൂടെ അവൻ മഹത്വം എടുക്കണം. ആമേൻ. സ്തോത്രം. ഈ ലോകത്തിന് ഒരിക്കലും നാം ഹല്ലേലൂയ അനുരൂപമാകരുത്. ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിലേക്ക് നാം വിട്ടുപോകുന്ന വഴികളിലേക്ക് ഒരിക്കലും നാം തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയാൽ നമുക്ക് നാശത്തിലേക്ക് വീണ്ടും. ആമേൻ. സ്തോത്രം. പത്രോസിന്റെ ലേഖനം 2 പത്രോസിന്റെ 2:20-22 വായിക്കുമ്പോൾ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പുറകോട്ട് പോയാൽ ആമേൻ തിരിഞ്ഞ് ഒരിക്കലും പോകരുത്. അല്ലെങ്കിൽ അത് വായിച്ച് നാം ഓരോരുത്തർ ബലപ്പെടണം. ആമേൻ. ദൈവത്തെ ഉപേക്ഷിച്ചു പോയാൽ ആമേൻ. സ്തോത്രം. എന്താ അവിടെ പറയുന്നേ? ആമേൻ. ശ്രദ്ധിച്ചിട്ട് ആമേൻ തിരിഞ്ഞിരുന്ന പക്ഷിക്ക് നന്നായി കുളിച്ചിട്ട് ചളിയിടുന്ന പന്നിയൊന്നും സാമ്യപ്പെടുന്നത്. ആ വാക്ക് നമ്മൾ ഒരിക്കലും കേൾക്കാനിടയാകരുത്. ജീവിക്കുന്ന ക്രിസ്തുവിന് ജീവിക്കുന്നേ, മരിക്കുന്നെങ്കിൽ അവന് വേണ്ടി മരിക്കേ. ആമേൻ. ഇതിനകത്തൊരു പ്രാണനുണ്ട്, ഒരു ജീവനുണ്ട്. അത് നമുക്ക് നിത്യതയിൽ കൊണ്ടെത്തിക്കണം. അതിനുവേണ്ടി നാം ഈ കറുത്ത വേദപുസ്തകം എടുത്ത മാർവോട് ചേർത്ത് പിടിക്കുന്നു. ഇതൊരു അഭിമാനമാ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാ, ഇത് നമ്മുടെ സമാധാനമാ. അവൻ നമ്മളെ സമാധാനപ്പെടുത്താൻ പോവാ. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആമേൻ. സ്തോത്രന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് അവന്റെ സാക്ഷ്യ തീര ആമേൻ. സ്തോത്രം. ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭമൊന്നും നമുക്ക് എണ്ണാം. അതല്ല ആമേൻ. സ്തോത്രം. ഈ സാക്ഷി കൂടാരത്തിലേക്ക് ആമേൻ ക്ഷണിച്ച കർത്താവിന്റെ ദാസി ബീന സിസ്റ്ററെയും ആമേൻ. സ്തോത്ര സഭയും ഹല്ലേലൂയ എല്ലാവരെയും അതിനകത്തുള്ള എല്ലാ ആമേൻ അംഗങ്ങളോടും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ നന്ദി വന്ദനം സ്നേഹം അറിയിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ഇന്ന് പകൽക്കാലത്തിൽ ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് അനുഗ്രഹീതമായ നിലയിൽ സാക്ഷ്യം പങ്കുവെക്കുവാൻ ദൈവമിടയാക്കിയതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നാളെയും നമ്മുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നാളെ നമുക്ക് 8 മുതൽ 9 മണി വരെ ആയിരിക്കും. കുവൈറ്റിൽ നിന്ന് കർത്താവിന്റെ ഒരു വിലയേറിയ കർത്തദാസിയാണ് നാളെ സാക്ഷ്യം. ഇതേ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ കുവൈറ്റിലും അമേരിക്കയിലും ഒക്കെ ഉള്ളവർക്ക് അല്പസമയത്തിന് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ UK-യിലായിരിക്കുന്നത് കൊണ്ട് സമയ അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇന്ത്യയിൽ നിന്ന് കയറുന്നവർക്കെല്ലാം 8:30 മണിക്കാണ്. കൃപയാൽ നിങ്ങൾ പറ്റുന്നവരൊക്കെയും ജോയിൻ ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും മുൻപായിട്ട് കർത്തദാസിക്ക് ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നിലയിൽ തന്റെ സാക്ഷ്യം പറഞ്ഞാൽ തീരത്തില്ല, അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. ധാരാളം അനുഭവ സാക്ഷ്യങ്ങൾ ഇനിയും പറയുവാനുണ്ട്. കുടുംബമായിട്ട് കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്തദാസനെയും ഹല്ലേലൂയ സാക്ഷ്യം പ്രസ്താവിപ്പാൻ നമുക്ക് ഒരിക്കൽ ലഭിക്കുകയുണ്ടായി. അനുഗ്രഹീതനായ ഒരു കർത്തദാസനാണ്. രണ്ടുപേരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ അസാധ്യമായതൊന്നുമില്ല. ഇന്നും നമ്മുടെ ദൈവത്താൽ സകലവും സാധ്യമാണ്. ജീവിതത്തിൽ നമുക്ക് വരുന്ന സകല പ്രതികൂലങ്ങളെയും നമുക്ക് വരുന്ന സകല പ്രശ്നങ്ങളെയും പരിഹരിച്ചു തരുവാൻ അവിടുത്തെ ശക്തി ഇന്നും നിലനിൽക്കുകയാണ്. ആകയാൽ ആ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ആമേൻ ആ ഒരു പാട്ടിന്റെ 2 ലൈനുകൾ പാടി പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ശക്തിക്കതീതമായി ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ശക്തിക്കതീതമായി ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ.
ഹല്ലേലൂയ, ആമേൻ. എല്ലാം സാധ്യമാക്കി തരുന്ന നമ്മുടെ സ്വർഗസ്ഥ പിതാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഏൽപ്പിക്കാം. ഇന്ന് ഈ സൂമിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നമുക്ക് ഒരു നിമിഷം സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെയും അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം കേൾക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ഇന്നും കർത്താവ് ജീവിക്കുന്നവനാണ്. ഇന്നും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ മതിയായവനാണ്. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ കർത്താവ് അവരെ ബലപ്പെടുത്തിക്കൊള്ളേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് യൂട്യൂബിലൂടെ ഈ ആമേൻ ഈ സാക്ഷ്യം ഞങ്ങൾ കർത്താവേ അതെ തുടർന്നും യൂട്യൂബിലൂടെ ഈ സാക്ഷ്യം കേൾക്കപ്പെടുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങൾക്കും ആശ്വാസം പകരപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. ഏതൊരു ഹൃദയത്തിന് കർത്താവേ ആമേൻ പ്രയാസം അനുഭവിക്കുന്നുവോ ആവശ്യക്കാരുടെ നടുവിലേക്ക് ഈ സാക്ഷ്യത്തെ എത്തിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ നാമം ചെയ്മെടുക്കുവാൻ ഇടയാക്കണം. വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എന്റെ സ്വർഗം മാനിച്ചാശീർവദിച്ചാട്ടെ, നന്മകളാൽ നിറച്ചാട്ടെ. എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗം ഇതുവരെയും മാനിച്ചല്ലോ. തുടർന്നും അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറച്ച് ആദരിച്ചാട്ടെ. ഇന്ന് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. കർത്താവ് എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ആദരിപ്പാനായി പ്രാർത്ഥിക്കുന്ന വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ സ്വർഗം സഹായിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും അവിടുന്ന് എടുക്കും. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയമൂലം കേൾക്കണമേ, സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ആൾ. മാറാനാഥ.